അന്ന് ആ സമയത്ത് മറ്റുള്ള ഇതുണ്ടല്ലോ, ഇപ്പൊ വേഷം, പാട്ട്, ബാക്കി കൂടിയാട്ട വിഭാഗം, അങ്ങനെയുള്ള ഇതിലൊക്കെ ആരായിരുന്നു അന്നൊക്കെ ആശാന്മാരെ? കഥകളി വേഷത്തിൽ അന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആശാനായിരുന്നു വാഴങ്കട കുഞ്ചാരാശാൻ. സംശയിക്കണ്ട, അദ്ദേഹം പ്രിൻസിപ്പാളായിരുന്നു. പിന്നെ രാവുട്ടിയാരാശാൻ, പത്മനാരാശാൻ, മൂന്നാമത് കുഞ്ചാരാശാൻ, രാവുട്ടിയാശാൻ, പത്മനാരാശാൻ, ഗോപിയാശാനാണ് അന്ന് നാലാമത്തെ ആള്. ആദ്യം കുട്ടികളെ ചോദിച്ചാലും നെയ്യാർപ്പടവ് എന്നൊക്കെ പറയുന്ന സാധനം, തോടയം, അങ്ങനെയൊക്കെയുള്ള ജാതി പഠിപ്പിക്കുക അദ്ദേഹം. അപ്പൊ രാജേട്ടന് ഈ ഗോപിയാശാനെ അന്ന് തന്നെ അറിയും, ചെറിയ മകൻ അത് ഗോപിയാശാനാണെന്ന് കാണുമ്പോൾ. അല്ല, പിന്നെ അച്ഛനെ കുറിച്ചൊക്കെ ഗോപിയാശാനെ അറിയുണ്ടാവും. അപ്പൊ കണ്ടാവുന്ന ചുരുക്കി മൂപ്പര് വരവന്നെ ഒരു പ്രത്യേക സൈസാണ്, വലിയൊരു കൊട്ട, വെളിച്ചാമ്പ, മറ്റേ മഫ്ലയറൊക്കെ കിട്ടിയിട്ടൊക്കെ. അന്ന് ആ സമയത്ത് ആരൊക്കെയായിരുന്നു കഥകളി വേഷം പഠിക്കാൻ പ്രധാനമായിട്ടുണ്ടായിരുന്നത് മറ്റേ ഈ വാസുവേട്ടൻ, കോട്ടയം ഗോപിനാഥൻ, തലവടിയൻ രാമകൃഷ്ണൻ നായർ, കുടമാളൂർ രാമകൃഷ്ണൻ നായർ എന്ന് പറയുന്ന തലവടിയൻ മൂന്നാള്, പിന്നെ കല്ലൂഴി വാസു, കരുണാകരൻ, ഈ വൈക്കനല്ല, അതൊക്കെ നമുക്ക് കഴിഞ്ഞു പോയി. മറ്റേ വേറൊരു കരുണാകരൻ ഉണ്ടായിരുന്നു, കുറിച്ചി കരുണാകരൻ, കുറിച്ചി കുഞ്ഞമ്മണിക്കരൊക്കെ കിട്ടില്ല, അവരെ ബന്ധുപ്പെട്ട ഒരാളാണ്. അയാള് ദർപ്പണയിലെത്തിയിരുന്നു. അതിന് ശേഷം രതീശൻ, രാമേന്ദ്രൻ, അവരങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഈ പത്മനാരാശാൻ്റെ കളിക്കുമ്പോൾ ഒരു മറ്റേ KP രാമേന്ദ്രൻ, ഒരു മറ്റേ നടരാജൻ, പിന്നെ നമ്മുടെ ലണ്ടൻ ശങ്കരനാരായണൻ നായരുടെ ആശാൻ്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, ശങ്കരനാരായണൻ നായർ, ശങ്കരേട്ടൻ, ഗോപാലകൃഷ്ണൻ. ആ കളരി അവിടെ പത്മനാരാശാൻ. ഇവിടെ ഗോപിയാശാൻ്റെ കളരിയിൽ മറ്റേ ഒരു മോഹനൻ, ഉണ്ണിത്താൻ, ഇന്നത്തെ അധികായകൻ രാമേന്ദ്രൻ ഉണ്ണിത്താൻ, ഈ KP രാമേന്ദ്രൻ, വാസു ഉണ്ണി, സുബ്രഹ്മണ്യൻ, ഞങ്ങളൊക്കെ ഒരേ ടീമുകാരാണ്. ബാലസുബ്രഹ്മണ്യം. അപ്പൊ ഗോപിയാശാൻ അന്നത്തെ പാട്ടുകാരിൽ ഭീഷണാശാൻ, ശിവരാമൻ നായരാശാൻ, മൂന്നാമത്തെ ഗംഗാരാശാൻ, രാമരാശാൻ, പള്ളാശാൻ, പള്ളമാധവൻ എന്ന് പറഞ്ഞ ആളാണ്. സംഗീതം അഭ്യസിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? PG രാധാകൃഷ്ണൻ, ഒരു ജോർജ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇവിടെ ഒരു ഷാരോടി ഉണ്ടായിരുന്നു. പിന്നെ പയ്യന്നൂർ നാരായണ നമ്പീശൻ, അങ്ങനെ കുറെ പാട്ടുകാർ. പിന്നെ രവീന്ദ്രൻ, മുരളി, ഒരു ഇങ്ങടി മുരളി, സുകുമാരേട്ടൻ, മുഴുവനും അത്രയും കിട്ടുള്ളൂ. പിന്നെ മദ്ദള വിഭാഗത്തിൽ മറ്റേ ഹരിനാരായണൻ. അതല്ല ആശാമാരായിട്ട് അപ്പുട്ടികളാശാനും നമ്പിശുട്ടിശാനും മാത്രം. മദ്ദളത്തിന് കൃഷ്ണൻകുട്ടി പുട്ടികളാശാൻ, നമ്പിശുട്ടിശാൻ, ആ രണ്ടാൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചൊട്ടിക്ക് ഗോവിന്ദാരാശാൻ, ആ ഒരൊറ്റ ആശാനേ ഉള്ളൂ. ഈ അന്ന് ഹരിനാരായണൻ, കൊച്ചുട്ടൻപിള്ള, പിന്നെ ഒരാൾക്ക് ഓർമ്മ തോന്നുമ്പോൾ പിന്നെ ഉണ്ടായിരുന്നു. ഇപ്പം അത് ഓർമ്മ കിട്ടില്ല. ആയിക്കോട്ടെ. പിന്നെ കൊച്ചുട്ടൻപിള്ള, പിന്നീട് പിറ്റത്തെ കൊല്ലം ശങ്കരവാര്യർ വന്നു. അതിൻ്റെ പിറ്റത്തെ കൊല്ലം കപ്പിളി വന്നു. ഇങ്ങനെ ഒരു ടീമായിരുന്നു. പിന്നെ മുഴുവൻ ആൾക്കാർ, മദ്ദളത്തിൻ്റെ ആൾക്കാരെ കൊണ്ട് ഓർമ്മ വരുന്നില്ലേ മുഴുവൻ അന്നത്തെ. അപ്പം അതങ്ങനെ കഴിഞ്ഞില്ലേ. ചുട്ടിയില് രാമരാശാൻ അന്ന് മറ്റേ ഇയാളൊക്കെ കുട്ടികൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ മുച്ചങ്ങായിരുന്നു. അപ്പോൾ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യണ്ടൻ, നീലകണ്ഠൻ, അങ്ങനെയൊക്കെയുള്ള ചുട്ടിക്കാര്. പിന്നെ രാമോഹനാശാൻ രാമോഹനാശാൻ അവിടുന്ന് കുറച്ച് കയറി കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് പാട്ടിന് തന്നെ ഈ മാടമ്പ്യാശം പിന്നീടാണ് വന്നേ. മാടമ്പ്യാശാനായിട്ടുള്ള ആള് വന്ന് പിന്നീട് വന്നേ. അങ്ങനെ അവിടെ കാലഘട്ടം അതിഭയങ്കരമായ അഭ്യാസമാണ്. പെട്ടി വിഭാഗമൊക്കെ പെട്ടി അപ്പുണിത്തരകൻ, രാമത്തരകൻ, കുട്ടീഷ്ണത്തരകൻ, പണിക്കേരി, അപ്പന്മാര്, ഇങ്ങനെ 5 ആളാ. അപ്പൊ പണിക്കരും ഇയാളും തിരശ്ശീല, അപ്പനും തിരശ്ശീല, മറ്റൊരു അണിയറയിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതായിരുന്നു. അത് കലാളത്തൊക്കെ ധാരാളം കളി ഭയങ്കരമായിട്ടുള്ള കാലമാണ്. വേനൽക്കാലം തുടങ്ങിയാൽ സംശയിക്കണ്ട. അപ്പോൾ വീണ്ടും നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഈ 9 മണിക്ക് ശേഷമുള്ള ഒരു, ഇപ്പൊ പറഞ്ഞല്ലോ 8:30 വീണ്ടും ക്ലാസ് എന്ന് പറഞ്ഞില്ലേ, അത് എത്ര മണി? അത് കണ്ടിന്യൂ 12:30 വരെ. ശരി, 12 വരെ. 12 ഇല്ല, 12 വരെ. 12 ആയാൽ വല്ലടി.
അപ്പോൾ ഈ ചൊല്ലിയാട്ട കളിയിലൊന്നും എപ്പോഴും നിർത്തില്ല കേട്ടോ. ഈ രാമകൃഷ്ണന്റെ കളിയിൽ നിൽക്കുന്നില്ല. കാരണം വെച്ചാൽ ഒരു കഥ എടുത്തിട്ട് അത് ചിലപ്പോൾ 12:30 ആവാം. കുഞ്ചാശാൻ ഏതാണ്ട് ഒരു അപ്പൊ ഈ മുട്ടിയുമുള്ള ഒരു ഇത് 6 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം മറ്റേ സാഹിത്യമാണ്. 3 to ആരായിരുന്നു അന്ന് സാഹിത്യത്തിന് നിന്റെ കാലത്ത് ഉണ്ണികൃഷ്ണ മാഷ്, നമ്മുടെ ഗുരുവായൂർ ഇളയത് മാഷുണ്ടായിരുന്നു. ആ മാഷാണ് ഇളയതിന്റെ ഏട്ടൻ തെക്കേ നടക്കിലാണ് അദ്ദേഹം താമസം. അദ്ദേഹം അച്ഛനായിട്ട് ഭയങ്കര അടുപ്പമുള്ള ആളാണ്. അദ്ദേഹമായിരുന്നു സാഹിത്യ ക്ലാസ്. അത് എത്ര സമയം വരെ? 1 മണിക്കൂർ ഞങ്ങൾക്ക് ജൂനിയർമാർക്ക് 3 to 4 വരെ, 4 to 5, 5:30 വരെ മറ്റവർക്ക് സീനിയർമാർക്ക്. അപ്പൊ ഈ ആട്ടക്കഥാ സാഹിത്യം, സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി ഒക്കെ ഓരോ ഇതും ഞങ്ങളൊക്കെ അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ തുടങ്ങും. എന്നിട്ട് ഈ മാഷ് വന്നിട്ടൊന്നും മണ്ടയ്ക്ക് വീടും. എന്താ ആ കുട്ടന്മാരെ ഗുരുവായൂർ കുട്ടാ കിടന്നുറങ്ങണേ എന്ന് വെച്ചിട്ട് നീ മുഖത്തേക്ക് വെക്കും. ഇതിപ്പോ ഇവിടെ അടുത്തത് വലിയ മനസ്സിലായി കണക്ക് ചോദിച്ചു. അത് ഈ വണ്ടി അങ്ങനെ തന്നെയാണല്ലോ മാഷ് രസമായിരുന്നേ. ഒക്കെ മനസ്സിലാവും, വന്നിട്ട് മനസ്സിലാവില്ല. അപ്പൊ ചെയ്യാൻ പോകും ഇതിനെ ആലോചിക്കുമ്പോ അങ്ങനെ എനിക്കുള്ള കാശ് കൊണ്ടുവരിക, നെയ്യ് കൊണ്ടുവരിക, മൂപ്പരാണ് ഭക്ഷണങ്ങളായി. അപ്പൊ അത് ഒരു 6 മണിക്കൊക്കെ 5:30 അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ രാത്രി ക്ലാസ് ഉണ്ടോ? 7 മണിക്ക് 7:15, 7 മണിക്ക് ഉള്ളൊരു ക്ലാസ് ഉണ്ട്, രാത്രി ക്ലാസ്. അപ്പൊ ആ ക്ലാസ് എന്തിനാ വെച്ചാൽ ഈ പകല് ചൊല്ലിയാട്ടം കഴിയുമല്ലോ. ആ ചൊല്ലിയാട്ടം കഴിഞ്ഞ് എന്തായിരുന്നു ചൊല്ലിയാട്ടം, ഏത് ഭാഗമായിരുന്നു ചൊല്ലിയാട്ടം, എന്തൊക്കെ അതിന് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാനും അത് ഓർമ്മപ്പെടുത്താനും അതിന് ഇന്ന തരത്തിലാ കൊട്ടേണ്ടത്, ഇന്നതാണ് അതിന്റെ പദങ്ങള്. അപ്പൊ അത് നാളെ വരുമ്പോ ആ പദം പിടിച്ചിട്ട് വരാൻ പറ്റും. ആ പദവും അതിന്റെ ആട്ടവും പിടിക്കണം. ചെണ്ടക്കാർക്ക് ആട്ടം പിടിക്കണം, പദവും വേണം, ആട്ടങ്ങളും വേണം. അപ്പൊ അത് ഇപ്പൊ ഞാനൊക്കെ ആദ്യം പോകാൻ തുടങ്ങിയത് ഗോപിയാശാന്റെ കളിയിൽ ആദ്യം തന്നെ പോകാൻ മണ്ണാഴ്ചയുടെ ഒപ്പം വന്നിരിക്കുക. ഞാൻ വിഷുമുട്ടേശ അപ്പുറത്തും ഉണ്ടാവും. കൊച്ചുട്ടമ്പിള്ളയും ഞാനും തല്ലുള്ള തന്നെ ഇരുന്നിട്ട് അവ മറ്റേ മാനിഞ്ഞാലടി കൂപ്പും ഭാഗിനിമാർ നിങ്ങൾ സാധാരണ ശ്രമിച്ച് ഇടയണം സോദരി ചെല്ലാം കലാശം അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് പിന്നീട് വശായി. അതൊന്നും വശമായിട്ടില്ല. കളരി കൊട്ടാറായി, പട്ടമച്ചലാശങ്ങള്, ഇടക്കലാശങ്ങള് അതായി. അങ്ങനെ ഒക്കെ ആയിട്ട് ചെറിയ കളരി, അതായത് കുട്ടിത്തരം കളറിയിലേക്ക് കൊട്ടാറുള്ള ഒരു ഭാവത്തിലേക്ക് എത്തി. ശിക്ഷയൊക്കെ ഉണ്ടെന്നേ, നല്ല ശിക്ഷയാണ്. അങ്ങനെ എത്ര കൊല്ലം? അങ്ങനെ ആ കോഴ്സ് 4 കൊല്ലം കറക്റ്റായിട്ട് ചെയ്യണം. അത് ഓരോ കൊല്ലം മാറും. ഈ കുട്ടിത്തരം കളരി ഒരു കൊല്ലം ചെയ്തുള്ളൂ. അത് കഴിഞ്ഞാൽ മറ്റേ അപ്പുറത്തെ കളരിലേക്ക് പോയി, പത്മനാശാന്റെ അവിടേക്ക് പോയി. അപ്പൊ അവിടെ കുറച്ചും കൂടി ഇതായി, ഇടത്തരങ്ങളായി, അങ്ങനെ പോയിട്ട് പിന്നീട് ചെല്ലണ ഇതാണ്. അപ്പോഴേക്കും കുഞ്ചുവരാശാന്റെ ഘട്ടം കഴിഞ്ഞു. കുഞ്ചുവരാശാൻ പോയി റിട്ടയർ ചെയ്തു. രാമകുട്ടിയാശാന്റെ അവിടേക്കാ ചെല്ലണം. അപ്പൊ കുഞ്ചുവരാശാന്റെ കളരിയിൽ ഉണ്ടായിട്ടില്ല, ഞാൻ കൊട്ടിയിട്ടില്ല. അന്ന് ബലരാമേട്ടനെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് കൊട്ടാറാവാത്തോണ്ട് രാമനമ്പൂരി ഉണ്ടായിരുന്നു. രാമനമ്പൂരി ഇങ്ങോട്ട് പോകും പത്മനാശാന്റെ അവിടേക്ക്. ഞങ്ങള് രാമകൃഷ്ണന്റെ കളരി എങ്ങനെയായിരുന്നു? അയ്യോ, അത് പറയാണ്ടിരിക്കുക വേദം. അത് ഭയങ്കര ദുരിത ശരിക്കും പറഞ്ഞു. അവിടെ ചെന്ന് ആമ്പളേക്ക് അന്ന് കൊച്ചു കാലം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 72 ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ രാമകൃഷ്ണന്റെ കടലിലേക്ക് പോകാൻ തുടങ്ങും. ബാക്കി ഗോപിയാശാന്റെ കടലിലത്തെ കാര്യം പറയാനില്ല, അടച്ചുണ്ട്. പിന്നെ മന്നാടി രസം ഉള്ളതുകൊണ്ട് ഓടി വന്ന് ചെണ്ടയൊക്കെ ചവിട്ടില്ല വെച്ചെങ്കിലേ ഇട്ടത്തിട്ട് പോടോ എന്നൊക്കെ പറഞ്ഞു. ചെണ്ടയ്ക്ക് ഒരു ജബും ഉണ്ടാവില്ല. അന്ന് 2-3 ചെണ്ടയുള്ളൂ, അതൊന്നും ഒരു ജബും ഇല്ല. അപ്പോൾ അത് നോക്കണ്ട, കൊട്ടി പിടിക്കുകയാണല്ലോ കമ്പിച്ചണ്ട. അപ്പോൾ ആ കളരിയിൽ ബലരാമേട്ടൻ ജോലി കിട്ടി തറപ്പണയിലേക്കാണ്ട് പോയപ്പോൾ പിന്നത്തെ രാമനമ്പൂരി പത്മാശാന്റെ ഇടയ്ക്ക് പൂവിടുന്നുള്ളൂ. ഇങ്ങോട്ട് പൂവില്ല വെച്ചാൽ അത് മുമ്പേ പൂവിൽ സെറ്റിയും അങ്ങോട്ട് പോകാം. അപ്പം നമുക്കാച്ചാൽ അത് മുഴുവനുണ്ട് ചെയ്യാറായിട്ടില്ലേനും. അവിടെ ചില കണ്ടാൽ തന്നെ പോകാൻ പേടിയല്ലേ. ഏതായാലും പോയി തുടങ്ങിയാൽ മൂപ്പര് എന്താ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താ വെച്ചാൽ ഒരു അന്ന് ഗംഗാരാശാനും രാമരാശാനും അവിടെ പാടുക. ആ കളിയിലത്തെ 2 ആശാന്മാർ 6 മണിയൊക്കെ വെച്ച് വരും. അപ്പോൾ അദ്ദേഹം പുറപ്പാടും പകുതി പുറപ്പാട് അല്ല ഫുൾ പുറപ്പാടാച്ചാൽ കഴിഞ്ഞാൽ അങ്ങോട്ട് വരും, കളരിക്കുന്ന വരും. ആ വരവ് ഉണ്ടാകാൻ തന്നെ ആരായണം എന്താണ് വെച്ചിട്ടുള്ള വെളിച്ചെറിയാൻ ഇരിക്കും, പേടിച്ച് ഇങ്ങനെ കോലും പിടിച്ചിട്ടേ അതുകൊണ്ട് വന്നാൽ നോക്കിയാൽ നടന്നിട്ട് ആദ്യം മുറുക്കിയിട്ട് ഇന്ന് മുറുക്കും. ആ മുറുക്കൊക്കെ കഴിഞ്ഞിട്ട് നിന്നിട്ട് ഗംഗാര നിവേദിത എന്താ ഈ നിവേദിത എല്ലാം പിടിയുണ്ടാ. അയ്യോ ഘട്ടത്തില. അപ്പോൾ അപ്പുറത്ത് ഇപ്പോൾ ഒന്ന് നോക്കിയിരിക്കുന്ന ഒന്ന് ഇതായിട്ട് ആ പുൽക്കൂഴാമോണ ക്യാപ്പുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് എന്താ വാസേട്ടനോടും കാരണം അവർ വിട്ട മുദ്ര ഒന്നും വശമായിട്ടില്ല. അന്നേ മുദ്ര കാണിക്കും.
നരകാസുരൻ നരകാസുരൻ അവോ തരുന്നോ കൂട്ടണം അതല്ലേ ചെയ്യുള്ളൂ. ആ കൂട്ടി എന്തായാലും ചെണ്ടക്കാർക്ക് ഉദരവൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ജാതിയാണ്. അന്നം വിഷം കുടിച്ചാനുണ്ടും അന്നം വിഷം കുടിച്ചാനാ അവിടെ മത്തളം പിന്നെ ആരെങ്കിലും അങ്ങനെ ആ പൊടിയും കൊട്ടി ഇതായിട്ട് അങ്ങനെ ഇഷ്ടമായി. എന്നിട്ട് പറഞ്ഞു പിറ്റത്തെ ദിവസം വന്നാൽ ജാതെ അവമാനം അയ്യോ. പിന്നെ ഈ വാസുവേട്ടൻ ഈ കല്ലുവഴി വാസുവേട്ടനൊക്കെ എന്തുമാത്രം സഹായിച്ചിട്ട് പറയാം. അതേ ഇതിനൊരു സൂത്രമേ ഉള്ളൂ. എന്താ സൂത്രം വാസുവേട്ടൻ ഒന്ന് പറഞ്ഞു നല്ലോണം അട കഴിക്കണ്ടേ രാമട്ടേജനാള് ആണ്ടിച്ച് കണ്ണാകളെയും സ്ലോ കണ്ട് പിടിക്കുക. മുഴുവൻ പെടുത്തില്ല വലിയ ആദ്യത്തെ ഒരു വിരിയ പിടിച്ചു. അപ്പൊ അതാണ് മനസ്സിലാവുന്നത് അല്ലേ. പിന്നെ രാമകൃഷ്ണന്റെ കളിലേക്ക് പോകുമ്പോ ഇതിന്റെ നിവേദിത പറഞ്ഞാൽ എന്താ മനസ്സിലാവും, ജാതയജ്ഞാവാൻ മനസ്സിലാവുന്നു. മറ്റേ ഇങ്ങനെ ഓരോ ശ്ലോകങ്ങളോട് പിടിക്കാൻ തുടങ്ങി ഒരു വരിയെങ്കിലും പിടിച്ചിരിക്കും. അപ്പൊ ഇന്നത്തെ കാര്യം എന്ന് മനസ്സിലാവില്ല. അങ്ങനെയാണ് ആദ്യ അവസാനം കുട്ടി. പിന്നെ കുറച്ച് പദങ്ങൾ അങ്ങനെ കേട്ട് അങ്ങനെ എത്ര അരങ്ങേറ്റം രണ്ടാമത്തെ കൊല്ലത്തിൽ കഴിച്ചു. അത് അച്ഛനൊരു നിർബന്ധം ഇവിടെ ഗുരുവായൂർ വെച്ചിട്ട് കഴിക്കണം. ഗുരുവായൂർ ക്ലബിന്റെ കളിയുടെ അവിടെ വെച്ച് കഴിക്കണം എന്ന് പറഞ്ഞു നിന്നിട്ട് അച്ഛൻ അവിടെ ഇതുപോലെ ബാലനായരോട് പറഞ്ഞു. അപ്പൊ കലാമണ്ഡലത്തിൽ പഠിക്കണ ഒരു കുട്ടിയുടെ അരങ്ങേറ്റം പുറത്ത് വെച്ച് നടത്താൻ ബുദ്ധിമുട്ടാണ്, ചെയ്യാറില്ല. അപ്പൊ നോക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ സ്പെഷ്യലായിട്ട് ചെയ്യേണ്ട വെച്ചിട്ട് ബാലനായരൊക്കെ ഇടവിട്ട് ചെയ്യണം, ഇങ്ങനെയാണ് ഒരു മോഹമാണ് നാട്ടുകാർക്കൊക്കെയാണെന്നൊക്കെ പറഞ്ഞ അവസാനം എന്തോ ഒരു ഇതില് ക്ലബിൽ വെച്ചിട്ടാണ് അപ്പോഴേക്കും സത്ര ഹോളിലേക്കായിരുന്നു. അവിടുന്ന് മാറി ഇങ്ങടായി, അവിടെ കോളേജായില്ലോ. അങ്ങനെ ഗുരുവായൂർ വെച്ചിട്ടാണ് രണ്ടാമത്തെ കൊല്ലത്തിലെ അന്ന് ഇന്റർമീഡിയറ്റ് എന്ന് എന്താണ് പറയും. അപ്പൊ അത് കഴിഞ്ഞു, ആ അരങ്ങേറ്റം കഴിഞ്ഞു. അരങ്ങേറ്റത്തിന് ചുള്ളാശാനെ പഠിപ്പിച്ചിട്ടുള്ളൂ. അതിന്റെ കൂടെ അല്ലാതല്ല ആരുടെ വേഷത്തിന് പുറപ്പാടിന് കൂട്ട് എന്താ പുറപ്പാട് ഈ സുബ്രഹ്മണ്യനും വാസുണ്ണിയും കൂടിയിട്ടുള്ള രണ്ട് മുടി വെച്ചിട്ടുള്ള പുറപ്പാട്. ഒരു ഹരിദാസേട്ടൻ ഉണ്ടായിരുന്നു, ഒരു കോട്ടയത്തുകാരൻ, അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീവേഷം. അങ്ങനെ രണ്ട് മുടി വെച്ചിട്ട് പുറപ്പാടും മേളപ്പോതും അങ്ങനെ കയറി. അവ കഴിഞ്ഞ് പോരുമ്പോ എല്ലാവരും എന്തൊക്കെ ആയിട്ട് പോരുമ്പോൾ കുമ്മണി മാഷ് പ്രായോ എന്നിട്ട് വിളിച്ചു. തന്നെ കുമ്മണി മാഷയ്ക്ക് പരിചയമുള്ളൂ. ചെന്നു കയ്യില് ചോട്ടാ ഒരു ചെറിയ കവറ് വന്നു. എന്നാണ് ആദ്യത്തെ ഒരു എന്താണ് വെച്ച് കയ്യിൽ വെച്ചു. അങ്ങനെ കിളിക്ക് നോക്കിയപ്പോൾ എല്ലാം പിടിച്ചില്ലറിയാ വയ്ക്കും. മനസ്സിലായത് വലിയ കാര്യമൊന്നും ഇല്ല, എന്തെങ്കിലും ആവട്ടെ. അതിന് വലിയൊരു അയ്യോ പറയാനില്ല. അത് കഴിഞ്ഞ് അങ്ങനെ പതുക്കെ എടുത്ത് ബാഗിൽ വെച്ച് തിരിച്ചിങ്ങടെ തന്നെ പോന്നു. ഞാൻ വീട്ടിലേക്ക് കോട്ടയം വെച്ചു ആശാനോട്, പറ്റില്ല നാളെ കളിക്കാരാ വരിക, അത് പോയി പിടിക്കുമ്പോൾ അവർ കയറി വണ്ടിയിൽ കയറിഞ്ഞ് തിരിച്ച് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ അപ്പോഴും കരച്ചിലൊക്കെ ഉണ്ടായി. മുഴുവൻ അല്ല ഒരു വിഷമം അച്ഛനൊക്കെയാണ് അങ്ങനെ. അങ്ങനെ എത്ര വർഷത്തെ പിന്നെ അച്ഛൻ പിന്നെ മണ്ണേശം അച്ഛനോട് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛനായിട്ട് അടുപ്പായി. അച്ഛനക്ക് വരിക, ഗുരുവായൂർ അദ്ദേഹം വരിക, ഞങ്ങളുടെ ഈ പാനയുടെ മേളത്തിനൊക്കെ അദ്ദേഹം മേളം കൂട്ടി. മണ്ണേശൻ നല്ല മേളം കൂട്ടും, എല്ലാ പാണ്ടി കസായി കൂട്ടും, ഇതെന്നറിയാം. അങ്ങനെ അച്ഛനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, മണ്ണേശൻ മേളം കൂട്ടിയ കോഴിയറമ്പിലെ പൂരത്തിനൊരു എല്ലാ അന്നത്തെ ആ കാലത്തൊക്കെ ഇദ്ദേഹം മേളം കൂട്ടിയായിരുന്നു. ഇതിൻ്റെ ഒരു അമ്മാമുണ്ട്, ഒരു കൃഷ്ണൻ മണ്ണാടിയാര്. അദ്ദേഹം ഈ കോഴിയറമ്പിലെ പൂരത്തിന് ഒരു ശിഷ്യണ്ട്, ഒരു ആ പേര് ഞാൻ പറഞ്ഞു എന്താ എന്ത് മണ്ണാടി, ഒക്കെ മണ്ണാടിയന്മാരാണല്ലോ ഇവര്. അപ്പോൾ ഇവരൊക്കെ വന്ന് ആശാനായിട്ട് കാണും. എന്നിട്ട് ആശാന്റെ ആദ്യ അവസാനത്തിൽ ആ മേളം ഈ ഗോപാല മണ്ണാടിയാര് ചെയ്യുന്ന കാലത്തൊക്കെ ആശാൻ മറ്റേ ഭാഗത്ത് നിന്നിട്ടാ കൂട്ടുക. ഞങ്ങൾ പിന്നിലേക്കും പോവും, രണ്ടായിരത്തി കൊണ്ടും പോവും. ചിലപ്പോൾ എന്നോട് പറഞ്ഞാൽ തളം പിടിച്ചോളാൻ പറയും, ഈ ചില്ലറ കിട്ടും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു എത്ര കൊല്ലത്തെ കോഴ്സ് 4 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഈ 4ാമത്തെ കൊല്ലം 72 ഇങ്ങോട്ട് വന്നു, കല്യാണത്തിലേക്ക് ഇങ്ങോട്ട് വന്നു. അപ്പൊ പിന്നെ കക്കൂസും കാര്യങ്ങളും അത്യാവശ്യം സൗകര്യങ്ങള് മറ്റേ ഈ ഹോളിന്റെ ഉള്ളിൽ തന്നെ കഴിച്ചു കൂട്ടിയിരുന്നേ ഒക്കെ കൂടി. പിന്നെ എത്ര വർഷം ഉണ്ടായി? പിന്നെ 2 വർഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടായി. അപ്പൊ ഈ 2 വർഷം ഇല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ്, 1 വർഷമേ ഉള്ളൂ. 1 വർഷം അച്ഛൻ ഫീസ് കൊടുത്ത് തന്നെ പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 6 കൊല്ലത്തെ ഒരു അഭ്യാസത്തിന് ശേഷമാണ് പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് വന്നിട്ട് പിന്നെ എന്തായിരുന്നു? കുറച്ചു കാലം ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കാണോ ഇവിടെ ഈ ഷാരടി വാസുവിന്റെ കളരി തുടങ്ങി? അതായിട്ടില്ല, അവിടെ ഉള്ളൂ. അപ്പൊ വാസുവേട്ടനെ തുടങ്ങാൻ ആലോചിക്കണുള്ളൂ. അപ്പൊ ഈ പുറത്തേക്ക് വന്നതിന് ശേഷം കാലഘട്ടം പിന്നെ മേളത്തിലേക്കാണ് പോയി. മേളം എന്തായുമ്പോ ആ പൂരം കറാറിലേക്കാണ് പോയി. അപ്പൊ അന്നും ഈ കളിക്ക് വല്ലാതൊരു എന്തെങ്കിലും കളി ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചാൽ പോകും. ശിവരാത്രിക്കൊക്കെ കളി ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഇവിടെ അടുത്ത പ്രദേശത്ത് എവിടെയെങ്കിലും കളി ഉണ്ടെങ്കിൽ പോകും, കളിക്കോട്ട്. നമ്മള് പക്ഷെ അധികം പോയായിരുന്നതും ചാൻസ് കിട്ടിയായിരുന്നതും ഈ മേളത്തിന് ജീവിതവും കഴിയണ്ടേ. അപ്പോഴേക്കും ഈ പറഞ്ഞ കൂട്ടത്തില് കല്യാണം ഇതിന്റെയൊക്കെ ഇതിൽ കുറെ വട്ടങ്ങളായി തുടങ്ങി. കുറേശ്ശെ ആരും പറഞ്ഞു കേൾക്കാനുള്ള വട്ടങ്ങളായി തുടങ്ങി. രണ്ടാത്തരങ്ങൾ കുറേ ചെറുതായിട്ട് തലവയ്ക്ക് വന്നു തുടങ്ങി. അങ്ങനെ അപ്പോ അതിനുശേഷം പിന്നെന്താ എത്ര വർഷം? അത് കഴിഞ്ഞിട്ട് പിന്നെ 1 കൊല്ലം മറ്റേ നമ്മുടെ
മലപ്പുറത്ത് ആർമിയിൽ ടെറിട്ടോറിയൽ ആർമി കൊണ്ടൊരു ആർമിക്ക് ആൾക്കാരെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേശവ നമ്പൂരില്ലേ കഥകളി വേഷക്കാരൻ കോൽപ്പുറം അദ്ദേഹത്തിന്റെ ഒരു അമ്മാവൻ ഈ പെരുന്തൽമണ്ണ കോടതിയിൽ ആമീനായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ കഥകളിക്കാരും മേളക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനൊരു പ്രാവശ്യം ഈ മഞ്ചേരിയിൽ ഈ ഹരിദാസന്റെ ഒപ്പം കോഴ്സാണല്ലോ അവിടെ അങ്ങനെ കിടന്ന് വരുമ്പോൾ അദ്ദേഹത്തിനെ ഒരു ദിവസം കണ്ടുവച്ചായി. അപ്പൊ അദ്ദേഹം എന്റെ കൊട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ കൊട്ട് നടക്കണമെന്നില്ല കേട്ടോ, എനിക്ക് എന്തെങ്കിലും ജോലി ആവും ഞങ്ങൾ ജോലി കിട്ടിയപ്പോൾ കളിക്കോട്ടൊക്കെ പോകുന്നു പറഞ്ഞു. അതെനിക്ക് വശം തനിക്ക് വേണമെങ്കിൽ നല്ലൊരു ചാൻസാണ് ഇതിലേക്ക് ചണ്ട. അല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ഒരു ജോലി വേണമെന്നുള്ളൊരു തോന്നലായി തുടങ്ങി അപ്പോഴേക്ക് ചേട്ടൻ ഇവിടെ കുടുംബത്തെ പ്രാരാബ്ദമൊക്കെ കിട്ടി കൊണ്ടുപോയിട്ട് അങ്ങനെ വേണ്ടേ. എന്നിട്ട് പിന്നെ എങ്ങനെയുണ്ടായി ആ അദ്ദേഹത്തിന്റെ ആ പ്രേരണ മുഖാന്തരം എന്നോട് ആ മാത്രം വന്നാ പോരാ, മദ്ദളം വേണം, ഇടയ്ക്ക വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാന് ഈ കോങ്ങാട് സുമാരട്ടം പുറത്തോട്ടു മച്ചാട് രാമകൃഷ്ണല്ലേ കൊമ്പ് ഇതൊക്കെ സർക്കാർ ജോലിയാണ്, കേന്ദ്ര ഗവൺമെന്റാണ്, ആർട്സ് ഗാലറിയാണെന്നൊക്കെ പറഞ്ഞൊക്കെ കെട്ടി വലിച്ച് കൊണ്ടുപോയി. ഈ പോയവർക്കൊക്കെ അത് കിട്ടി. ഹരിദാസനെ മാത്രം എടുത്തില്ല. ഹരിദാസന് വയറിന് രാജേട്ടനോട് കിട്ടി, എനിക്ക് കിട്ടി. അങ്ങനെ ആ ഒരു കൊല്ലം അവിടെ വെച്ചു കൂട്ടി. അവിടെ എന്താ ചിട്ട അല്ല നിങ്ങൾക്ക് നെല്ലടിക്കുക, അത് അടിക്കുക, കഷ്ടപ്പെട്ടു ഒരു കൊല്ലം. അല്ല എന്തിനാണ് നിങ്ങളവിടെ അപ്പോയിന്റ് ചണ്ടയിട്ട്? ഓ ശരി. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം ഈ തിരുമേനി ഒരു ഇടയ്ക്കിടയ്ക്ക് വരുവോടെ. അല്ല അവിടെ ഈ കഥകളി അഭ്യാസം ചെണ്ട, അതായത് ഇവര് പരിപാടി കളിക്കും പുറത്ത് പോയിട്ട് പോയാ ചെണ്ടയും മദ്ദളവും കേളിയും അതൊക്കെ ഇട്ടതാവുക. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവര് ഗാനിയുണ്ടല്ലോ, അതിന് അടിതുള്ളത് ഇതൊക്കെ എടുക്കുക ഉപയോഗിക്കും. വിഷമം തുടങ്ങി. അപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ പുറത്തെ പരിപാടിക്ക് പോയുള്ള ദിവസം പിന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസം റെസ്റ്റ് തരാം, അന്ന് റെസ്റ്റ് ആയിക്കോട്ടെ എന്നു. അപ്പോൾ ഭക്ഷണം ഇതൊക്കെ 30 എന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ അന്ന് ഏതാണ്ട് മറ്റേ എത്ര 1000 ചില്ലാനം രൂപ ശമ്പളം ഉണ്ടായിരുന്നു. 30-ാം തീയതി തന്നെ കിട്ടും, ബെൽറ്റ് കിട്ടണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു. ഒരു കൊല്ലത്തിന് ശേഷം തിരിച്ചു പോകുന്നു വെച്ചാൽ എന്നെ ഒഴിവാക്കൊന്നല്ല, ഞങ്ങളൊക്കെ ചിലവരുണ്ട് പോകുന്നു. നിങ്ങട് പോകുന്നതിന് ശേഷം പോലീസ് കേസായി, അതായി ഇതായി പോലീസ്. അല്ല അതല്ല ഞാൻ ചോദിക്കുന്നത്, കലാജീവിതം വിട്ടിട്ടൊന്നുമില്ല. അല്ല എന്താണ് പിന്നെ തുടർന്നത്? വീണ്ടും വെളുക്കി കിടന്നു, വെള്ളത്തിലേക്ക് തന്നെ പോയി തുടങ്ങി. ഇതിന്റെ ഇടയിൽ കേസ് വന്നു, അറസ്റ്റ് ചെയ്തു, അതവിടെ കൊണ്ടുപോയി ഒഴിവാക്കി. ഒരു കുറെ മിരട്ടലൊക്കെ കഴിച്ചു, വോട്ടർ കാർഡിൽ ഇടുന്നു പറഞ്ഞു. അച്ഛൻ അന്ന് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഉള്ള ആളെയൊക്കെ പോയി കണ്ട്. അന്ന് MSPയുടെ ഒരു പത്മനായർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പട്ടാളത്തിന്റെ ഓഫീസറും, അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചു ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്താ വിഷമം എന്ന് വെച്ചോടെ ചെന്നപ്പോൾ അറസ്റ്റ് ചെയ്ത് പട്ടാളം DPS എല്ലാം നിശ്ചല്ലേ മനസ്സിലായില്ല, ആമ്യം അയച്ചു വിടാൻ പറഞ്ഞു. ഇതിലായിട്ടാ അറസ്റ്റ് ചെയ്തിട്ടാ കൊണ്ടുപോയി വെച്ചിട്ട്. അപ്പം അത് ഒരു ഉപകാരം ചെയ്തു വിട്ടു അപ്പോഴത്തെ ഈ അഡ്മിനിസ്ട്രേറ്റർക്കാരന്. ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് നിലവിലെയും കുറുക്കുളിയപ്പോൾ അവിടെ ചെന്ന് പഠിക്കൽ ഇരുത്തിയിട്ട് ആമം വെച്ച് അദ്ദേഹത്തിന് മുമ്പിൽ ആചാരാക്കിയപ്പോൾ അങ്ങനെ നിൽക്കുക. എന്നിട്ട് അദ്ദേഹത്തിനെ കണ്ടാക്കിക്ക് പേടി. ഞാൻ മനസ്സിലായിട്ട് വിഷമം എന്ന് കരഞ്ഞടങ്ങി. ഞാൻ എന്തിനാണോ കാര്യമാണ് എന്തൊക്കെ പറഞ്ഞു ഇംഗ്ലീഷ്, എന്തിനാ കാര്യമാണെന്ന് ചോദിച്ചു. അപ്പം എന്താ പണി വെച്ചിരിക്കണെന്ന് വെച്ചാൽ അന്തക്കുറേ ഈ ചെണ്ട ഇല്ല എന്ന് പറഞ്ഞിട്ട്, സ്വന്തമായിട്ട് ചെണ്ട ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ചെണ്ടയുടെയും മന്ത്രത്തിൻ്റെ ഒക്കെ കാശ് മലപ്പുറം ബാങ്കിൽ നിന്ന് കാശ് മേടിച്ച് അത് അടയ്ക്കാണ്ട് മിണ്ടാണ്ട് പോകുന്നു. ആ കിട്ടിയ കാശും മേടിച്ചിട്ട്. അപ്പം അത് ആണ് മെയിൻ വിഷയം. അടച്ചാണ്ട് പോവേ ഈ ലോകത്തിന്റെ എവിടെ ഉണ്ടെങ്കിലും പിടിച്ചിട്ട് നേരത്തെ രാജേട്ടൻ പറഞ്ഞു ശരിയായി കുസൃതിത്തരം തുടങ്ങി എന്ന് പറഞ്ഞു. അവിടെ സുഖാണേ. ഈ മറ്റേ പോലീസ് ഒരു ശങ്കരാനാട്ടം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സീനിയർ പോലീസ് ശങ്കരാനൻ. അദ്ദേഹം വരും. അപ്പോൾ ഈ 10 രൂപയ്ക്കുള്ളത് അങ്ങനെയുള്ള നല്ല സുഖമായിരുന്നു. ഈ മേനോ സാറിനെ വെച്ചാൽ ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എന്ത് പരാതി ഉണ്ടെന്ന് ചെന്ന് പറയും, അദ്ദേഹം ഞങ്ങളെ ലീഡർ. സാറിപ്പോൾ ഇന്നലെ രാത്രി 12 മണി പിന്നെ അതൊന്നൊക്കെ വിട്ടു പോകുന്നു. അവർക്ക് കേസ് അതിനുശേഷം വീണ്ടും വന്നിട്ട് കേസ് തീരാൻ വേണ്ടി സൂത്രം ചെയ്തു. ഒരു വെച്ചാൽ അവിടുന്ന് തന്നെ ഈ മേനോ സാറ് സൂത്രം പറഞ്ഞു. അദ്ദേഹം തൃശ്ശൂർക്കാരനാ. പോയി കണ്ടപ്പോൾ പറഞ്ഞു ഒരു സൂത്രമുള്ളൂ, വേറെ ഏതെങ്കിലും സാധനത്തിൽ ജോലി കിട്ടിയ ഒരു ഇതാവുകയാണ്. അങ്ങനെ ഇവിടുന്ന് നേരെ അന്വേഷിച്ച് പോയപ്പോൾ നരിപ്പറ്റേനെ കണ്ടെത്തി. നരിപ്പറ്റ തിരുമേനി പറഞ്ഞു, എന്തൊക്കെ ഇനി ഒരു കളിയില്ല, ഒന്നും കളിപ്പട്ടൊക്കെ ഇപ്പോൾ നശിക്കും നിൽക്കുന്ന പ്രാരാബ്ദം ഒരു കാര്യം ചെയ്യാം. ഇപ്പം സദനത്തിലായാലും ഇല്ല, താനായിട്ട് വരിക. ഞാൻ വന്നിട്ട് എന്താ ഇല്ല, അതൊക്കെ നമുക്ക് സംഘടിപ്പിച്ചോട്ട് തൽക്കാലം ഈ കാച്ച മരിക്കല്ലേ, അതിനോട് വരും. തൻ്റെ തൊഴിൽ നല്ല എന്നെ കൊളുത്തി ഞാനോട് വരട്ടെ ചോദിച്ചു പോയി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ അതിൻ്റെ മുമ്പേ ജോലി ഇട്ടിട്ട് കലാമണ്ഡലത്തിൽ അങ്ങനെ കയറിയിരുന്നു. അതിൻ്റെ മുമ്പ് ഈ സാധനത്തിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ അതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഗുരുവായൂർ നിൽക്കണ കാലത്ത് സോപാനം കാവൽക്കാരനായിട്ടുണ്ടായി കുറച്ചു കാലം. മഞ്ഞപ്പട്ടൊക്കെ ആയിട്ട് 3 പ്രാവശ്യം ഉണ്ടായി. അത് അച്ഛൻ്റെ ചിത്രത്തിലുണ്ട് വർഷക്കാലമായാൽ, അതായത് ഏപ്രിൽ മാസത്തിൽ കയറും, പിന്നെ സെപ്റ്റംബറിൽ ഇറങ്ങും. അങ്ങനെ ഒരു 6 മാസം അത് കിട്ടിയിരുന്നു.
വന്ന് അനവധി ആൾക്കാരായിട്ട് ബന്ധം ഇതൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ ഇപ്പൊ സദനത്തിൽ ഏത് വർഷ ഈ 72ആണോ 74ആണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. ഒരു കൊല്ലം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൊല്ലം കൃത്യമായിട്ട് പറയാൻ വയ്യ. അയാളെ ചെന്ന് ഈ പോസ്റ്റിൽ ശ്രമിച്ചു. അന്ന് കൊളാടി വൈസ് ചെയർമാൻ, വളപ്പുകൊണ്ട ചെയർമാൻ, ചിത്രമ്പൂരിപ്പാട്. ഇടയിലൊന്നും ചോദിക്കട്ടെ, സദനത്തിൽ എത്ര വർഷം ഉണ്ടായി? അത് ഒരു കൊല്ലത്തോളം ഉണ്ടായി. അത് കഴിഞ്ഞ് അവിടുന്ന് പോന്നു. പിന്നെന്താണ്ടായി? പിന്നെ എങ്ങനെയാ തുടരുക? വീണ്ടും ഇങ്ങനെ മേളം ഇതൊക്കെ നടന്നു. അങ്ങനെ കഴിഞ്ഞു. എൻ്റെ ഒരു കല്യാണം കഴിച്ചു. ഈ കുട്ടീനെ കല്യാണം കഴിച്ചു. അതിൻ്റെതായ ചില വരി കൂടി അങ്ങനെ പോയി. അങ്ങനെ നീണ്ടു. ഈ ഷാരടി വാസുവിന്റെ കളരി അതിന്റെ ഇടയിലാണ് ആ കൊല്ലം കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഓർമ്മ ഇദ്ദേഹം ഇവിടെ തുടങ്ങി. ഇവിടെ ഗംഭീരമായിട്ട് ഞാൻ തുടങ്ങി 2-3 കുട്ടികളെ പഠിപ്പിക്കും. അരങ്ങാടൻ പിന്നെ ഈ ഇവിടുത്തെ കുട്ടികളെ കുട്ടികൾ ശനവധിയാണ്. ആ ചെണ്ട, മാധവാരൊരു പാട്ട്, KPS പാട്ട്, അരിനാരട്ടം, മദ്ദളം, അങ്ങനെയാണ് തടി. സുന്ദരാനന്ദ നായർ, ബാലസുബ്രഹ്മണ്യൻ, വാസുണ്ണി, പിന്നെ കേശവൻ നമ്പൂരി, സുകുമാരേട്ടൻ, ഇങ്ങനെ ആളാണ് വന്നു കൂടി ഇവിടെ. അപ്പൊക്കെ ബാസുവേട്ടൻ എല്ലാവരോടും ഒരു ദിവസം ചോദിച്ചു, നമുക്ക് കളിയേറ്റാ എന്താ? ഒരു തിരക്കൂല. അപ്പൊ ഇവിടെ ക്ലാസ് ആയിട്ട് തന്നെ എവിടെയായിരുന്നു അത്? ഇവിടെ ഇപ്പൊ കൃഷ്ണാട്ടങ്ങളി എന്റെ അവിടെ നീ കേനാർത്തവരുടെ വലിയൊരു പറമ്പായിരുന്നു സ്കൂളിന്റെ പിന്നിൽ. സ്കൂളിന്റെ മതിൽ കഴിഞ്ഞിട്ട് ആ പറമ്പിൽ വലിയൊരു വീടുണ്ട്. പൂമുഖമൊക്കെ കൂടിയിട്ട് ഒരു വീട് 2-3 മുറിയൊക്കെ അതില്. ഇവിടെ എത്ര വർഷം ഉണ്ടായി? ഇവിടെ 5-6 വർഷം. 5-6 വർഷം രാജേട്ടൻ തന്നെ ഉണ്ടായിരുന്നു ചണ്ടയ്ക്ക്. പോരാത്തേന് മദ്ദളത്തിന് ഹരിയേട്ടൻ. ചിലപ്പോ ശങ്കരവാരെ വിളിക്കും, ചിലപ്പോ വിളിക്കും ഉണ്ണീഷനെ വിളിക്കാറുണ്ട്. എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉണ്ണീഷനായിരുന്നു വന്നോക്കെ എൻ്റെ ഒപ്പം. 6 വർഷത്തോളം കാണണം. അത് കഴിഞ്ഞിട്ട് ആ കളരി നിന്നു. നിന്നില്ല. ഈ വാസവട്ടം കലാമണ്ഡലത്തിലേക്ക് കിട്ടിയിട്ട് പോയി. അപ്പൊ ആ ഇതിൽ നിന്ന് എനിക്ക് കൊട്ടിന്റെ ചിരിക്ക് പോയതോ തിരിച്ചു വന്നതോ ഈ 6 കൊല്ലത്തെ വളരെ വെടുപ്പായിട്ട്. അന്ന് വാസവട്ടൻ സ്വന്തമായിട്ടൊരു കഥ ഇത് ചെയ്തു, കൃഷ്ണാർജുന വിജയം. അത് വന്ന് ചിട്ടപ്പെടുത്താൻ വന്ന് പൂതളാശാന. അന്നാണോ ശരിക്കും പുതാളാശനായിട്ടൊരു ബന്ധം? അല്ല, അതിന് മുമ്പ് ഞാൻ പറഞ്ഞേ സ്വരൂപം കലാമണ്ഡലത്തിലെ വാർഷികത്തിന് വരും, കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ അടുത്ത് നിൽക്കും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇന്നും. അതെ, എൻ്റെ മനസ്സിന്റെ 2 വ്യക്തികള്. ആ കഥകളി ചെണ്ടയിൽ ഗുരുനാഥന്മാര് ചന്ദ്രവേണാശാനാണ്, ആണെങ്കിലും എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ആരാധന അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെണ്ട കൊണ്ടുനടക്കാത്ത സ്ഥലമില്ല. കൊല്ലം, കുണ്ടറ, അങ്ങനെയുള്ള എല്ലാ ഭാഗത്തേക്കും ഞാൻ ചെണ്ട നന്നായി വലിച്ച് നല്ല ശ്രുതിബോധത്തിൽ ആ ചെണ്ട കൊണ്ടുപോകും. എല്ലാ കണ്ണിക്കും ഒരു മൂപ്പ. എല്ലാവർക്കും പറ്റില്ല, കുറച്ച് സംഗീതമുള്ള ആൾക്കേ പറ്റുള്ളൂ. ടോണ്ടോണ്ട ദേഷ്യ വരും സത്യം മൂപ്പർക്ക്. അപ്പോൾ നേരെ കുറച്ച് ഇതിങ്ങനെ നോക്കിയിട്ട് ഒപ്പം നോക്കിയിട്ട് കണ്ടു കൊടുക്കുമ്പോൾ മൂപ്പരോട്. അതുപോലെ കോട്ടയ്ക്കൽ വന്നാലും എവിടെ വന്നാലും എന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. എവിടെ? കവളപ്പാറ. എഴുത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുകൊടുക്കും. പിന്നെ അദ്ദേഹത്തിനോട് ഞാൻ ഒരിക്കൽ പറഞ്ഞ ഒരു ചെണ്ടക്കോല് വേണമെന്ന് തോന്നുന്നു. എൻ്റെ ചെണ്ടക്കോലോടൊന്നും നടക്ക് കൂട്ടുക, അതൊക്കെ കനം കൂടുതൽ പ്രായം എന്നല്ല. അവസാനം മൂപ്പരിങ്ങനെ ശല്യമായി. ഇപ്പോൾ പൊതുകളശ അവിടെ വന്നാൽ ഞാൻ ചെല്ലും. അവൻ ഗുരുവായൂരെ കളപ്പൊക്കെ കൊണ്ടുകൊടുത്ത് സോപ്പിട്ടിപ്പോൾ മിസ്സിനോട് പറഞ്ഞു, എൻ്റെ ഒരു കോല്, ഒരു കട പൊട്ടിയൊരു കോല് ഇരിക്കുന്നുണ്ട്, നിനക്കാ തന്നല. എന്നിട്ട് ആ കോല് കിട്ടിയപ്പോൾ സന്തോഷമായി നമസ്കരിച്ചു. അങ്ങനെ അവിടെ അങ്ങോട്ട് ഇതായിട്ട് എല്ലാ സ്ഥലത്തേക്കും ചെണ്ട. കേശവേട്ടനും അതെ, ഈ കേശവേട്ടൻ എന്ന് പറഞ്ഞാൽ നീട്ടി ഇദ്ദേഹത്തിനാണ് ചെണ്ട കൊണ്ടുനടക്കൽ ഒരു വലിയൊരു കമ്പനി. മനുഷ്യനെ റെഡി ആയിരുന്നു. അപ്പൊ ഈ 6 കൊല്ലത്തെ ഇതിന് ശേഷം, അപ്പോൾ ഇവിടുത്തെ ശേഷം വല്ലാത്തൊരു ഒന്നും കൂടി ഒരു അരങ്ങ് പരിചയം ഇതൊക്കെ രാജേട്ടൻ സമ്പാദിക്കാൻ പറ്റി. അപ്പൊ ഈ ഗുരുവായൂർ ഈ 6 വർഷം വല്ലാത്തൊരു വഴിത്തിരിവായിരുന്നു. എന്താ സംശയിക്കണ്ട. അതിനുശേഷം പിന്നെ എന്താ ഉണ്ടായത്? ആ കളരി നിന്നു ഇവിടെ. പിന്നെ രാജേട്ടന്റെ പ്രയാണം അങ്ങനെ എന്താ വേണ്ടത് ചെല്ലാണ് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ മുഖാന്തരം മറ്റേ ഗുരുവായൂർ ദിവസത്തിലെ ഇത് ഈ ഇടത്താളക്കാരനായിട്ട് കിട്ടുന്നത്. കാവല് 3 പ്രാവശ്യം കഴിഞ്ഞു. അവന് പ്രായം കഴിഞ്ഞപ്പോ കിട്ടാണ്ടേ. അച്ഛൻ പോയിട്ട് അന്ന് KS വെള്ളോടിയായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹത്തിനോട് പോയി കയറി. അപ്പൊ കയറുമ്പോ അതിന്റെ മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായി. എന്ന് വെച്ചാൽ അത് ഇടത്താൾക്കാര് നായന്മാർക്ക് പറ്റില്ല. അന്ന് പുതിയടുത്ത ആൾക്കാർ സാരിമാരെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ഈ അച്ഛൻ ആള് ചെറുതല്ലേ, എല്ലാവരുടെ മുമ്പിൽ അദ്ദേഹത്തിന് ഒരു സീറ്റ് ഉണ്ട്. അദ്ദേഹം നേരെ തന്ത്രി നമ്പൂരി പാച്ച. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു, ഗോവിന്ദാരെ തന്ത്രി സർട്ടിഫിക്കറ്റ് ചെയ്താൽ നിങ്ങളുടെ മകനെ കൊടുക്കാം, യാതൊരു വിരോധമില്ലാണ്. അദ്ദേഹം ഞാൻ വലിയ വിദ്യാർത്ഥികൾ പറയാൻ സംഭവം ഒക്കെ വലിയ കയ്യിൽ ചെന്ന് പറഞ്ഞു, കലാമണ്ഡലത്തൊക്കെ പഠിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട് കൊട്ട. ഞാൻ മറ്റേ പെരിഡിയിൽ വന്നിട്ട് കൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചന്ദ്രൻ്റെ അപ്പൊക്കെ വന്നിട്ട് കൊട്ട് ഞാൻ കണ്ടിട്ട് തിരക്കിടൊന്നുമില്ല.
അപ്പോൾ ഈ ഇടത്താൾക്കാരനായ അദ്ദേഹം അനുവാദം തന്നു. അദ്ദേഹം എന്ത് എഴുതി ഒരു എഴുത്തു. അതിന്റെ മുമ്പ് അങ്ങനെ ഇവിടെ എത്ര വർഷം ഉണ്ടായി? ആ ഇടത്താളം കഷ്ടി ഒരു 10 മാസമേ ചെയ്തുള്ളൂ. അതിന്റെ മുമ്പ് തകരാറായി. രാജാച്ചി വേലിക്കും ചെല്ലാണ്ട് അങ്ങനെ ഈ വെള്ളത്തിൽ പോയിട്ട് പുറമെ കിടന്ന് പിരിഞ്ഞിട്ട് ആ ഒരു ശ്രദ്ധയിലേക്ക് പോയില്ലേ, അത് ഇതാ പോയി. ശരി. അപ്പൊ ഈ 1 വർഷത്തിന് അല്ലെങ്കിൽ 10 മാസത്തിന് ശേഷം വീണ്ടും പുറത്തേക്ക് വരും. വരുന്നുണ്ട് വീണ്ടും. അത് എന്നിട്ട് അല്ലെങ്കിൽ വിളിയും കുറുക്കളായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, കാശും പൈസ കാര്യങ്ങളൊക്കെ വേണ്ടേ, നിത്യ ചെലവിന് കാശ് വേണ്ടേ. അപ്പൊ ഗുരുവായൂരമ്പലത്തിലേക്ക് ചകിരി കൊണ്ടിരിക്കുക, അങ്ങനെ തിരുവങ്കടം ചന്ദ്രവാരരുടെ പിന്നാലെ അങ്ങനെ നടക്കുക, അവിടേക്കുള്ള പണിയെടുക്കുക. രാവിലെ അവിടെ സാധാരണ ചെയ്യും. അതിന് കുറെ ശിഷ്യന്മാരെ ഈ ഷമ്മു. പിന്നെ എന്നാണ് കലാമണ്ഡലത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 87 ഈ കലാമണ്ഡലത്തിലേക്ക് ആളെ ആൾക്കാരെ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്താ കണ്ടെന്ന് വെച്ചാൽ ആദ്യം പോയി ചോലൂരിനെ കണ്ടു. ചോലൂർ എൻ്റെ ആയിരുന്നു. ഒന്ന് ശരിയല്ല, ഞാനൊരു കാര്യം ചെയ്യാം, ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രമിച്ചു നോക്കിയിട്ട് അങ്ങനെ. പിന്നെ PT മനോഷമേന എൻ്റെ ഏറ്റവും വലിയ ചെയർമാനായിരുന്നു. അപ്പോൾ അവിടെ വന്ന് എൻ്റെ അച്ഛൻ ചീർക്കാണ്, അടിക്കാനോ പോയി തന്നെ എത്ര നേരെയൊക്കെ നീ നേരാവണോ ആയാലും ബുദ്ധിമുട്ടാ, എന്തായാലും കുട്ടികളെ രക്ഷിക്കണ്ടേ പറഞ്ഞിട്ട് അദ്ദേഹം MLA അവിടെ പോയി കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു, കാലൊക്കെ പിടിച്ചപ്പോൾ അദ്ദേഹം MLAയുടെ ഇതിൽ ലെറ്റർ പേഡിൽ കത്തുന്നു. KK കുമാരപ്പിള്ള, പിന്നെ കളർകോട് TMB നെടുങ്ങാടി, അങ്ങനെ ഒരു കാല ചെയർമാൻ TMB. ആ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുത്തു തരാം, അത് നീ അമ്പലപ്പുഴയിലാണ് KK കുമാരപ്പിള്ള RSPയുടെ, അയാളെ പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട് അങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം ഈ മീറ്റിങ്ങുള്ള സമയത്തൊക്കെ ചെറുതുരുത്തിയിൽ വരും, TV-ലാ താമസം. അത് വരവൊന്നും കണക്കാക്കണ്ട, രാവിലെ നേരത്തെ പോയാൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞു. ഇവിടുന്ന് കളവും കൊപ്പയുടെ പൂവും അർച്ചന് കാത്തു വെക്കും ഈ കുമാരപിള്ളേനെ. അപ്പോൾ ചെന്ന് എൻ്റെ ഭാഗ്യം ഗുരുവായൂരപ്പനെ തോന്നിട്ടല്ലേ ഈ പോണ അവിടെ ചെന്ന് ഈ എഴുത്ത് ഉണർന്നു വരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. വായിക്കാൻ അവിടുത്തെ ഒരുക്കണ്ട്, അത് വേണ്ടപ്പെട്ട ആളാകുന്ന പഠിക്കാൻ അങ്ങനെ ഈ കത്തൊക്കെ കൊടുത്ത് വായിച്ചു. അവിടെ അന്ന് എത്ര പോസ്റ്റ് ഉണ്ടായിരുന്നു? അന്ന് ഞാൻ ചെല്ലണ സമയത്ത് ഉണ്ണീഷൻ, എൽരാമേട്ടൻ, അതല്ല ആളെടുക്കാൻ എത്ര ഒഴിവുണ്ടായിരുന്നു? 2 ഒന്ന് തെക്കങ്ങളിലേക്ക്, ഒന്ന് വടക്കങ്ങളിലേക്ക്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഈ മോഹനകൃഷ്ണൻ എനിക്ക് ഏറ്റവും വേണ്ട ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു കത്ത് കൊടുത്താച്ചാൽ എനിക്ക് പരമാവധി ചെയ്തിരിക്കണം, എന്നാലേ എൻ്റെ ഇതാവുള്ളൂ, എനിക്ക് ആൾ കുറവ് കാര്യം ചെയ്തിട്ടുള്ള, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ ഒരു സംഘം വരാൻ പറഞ്ഞു. അപ്പം ഞാനും ശിവരാമനൊക്കെ കൂടി ഇത് പോയി ആലപ്പുഴ ചെന്ന് കണ്ടു. വർത്താനം പറഞ്ഞപ്പോൾ പറഞ്ഞു, കളർകോടൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളർകോടനെ പോയി കണ്ട് ആലപ്പുഴയിൽ ഒരു ദിവസം അവിടെ തങ്ങി. പോയി കണ്ടു വർത്താനൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, തനിക്ക് തെക്കൻ പോസ്റ്റ് പറ്റുമോ ചോദിച്ചു. ഇല്ല. ആദ്യം ചെന്നപ്പോൾ ഈ തെക്കൻ ചെട്ടൊക്കെ എത്രയോ ഞാൻ കൊണ്ടിരുന്നു, എനിക്ക് അത്രയുണ്ട് വശമല്ല, മുഴുവൻ വശമല്ല. അപ്പോൾ കുമാരപ്പിള്ളേനെ വിളിച്ചപ്പോൾ പറഞ്ഞു, കുമാരപ്പിള്ള അത് ഏറ്റുണ്ട് അത്ര തെക്കൻ ചിട്ട അദ്ദേഹം ഏറ്റുണ്ട്, വടക്കൻ ചിട്ട കൊടുക്കാൻ പറ്റിയും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആയിട്ടില്ല, പിന്നെയും ചെല്ലുക 3 പ്രാവശ്യം. എത്രാമത്തെ വർഷമായിരുന്നു അല്ല ഏതാ കൊല്ലം? 87 അവിടെ അധ്യാപകനായിട്ട് കയറി. അപ്പൊ അന്ന് ആരൊക്കെ അവിടെ റിട്ടയർഡ് ആയി. പിന്നെ ആരാ ഉണ്ടായിരുന്നു? ഉണ്ണീഷന്റെ കാലാണ്. ഉണ്ണീഷൻ 1ാം ഗ്രേഡ് അല്ലെങ്കിൽ പ്രൊഫസർ, ബലരാമേട്ടൻ അസിസ്റ്റന്റ്, വിജയകൃഷ്ണൻ, മൂസ്, അത്ര ആൾക്കാരുണ്ട്. വേഷത്തിന് രാമടേശാണ്ട്, പത്മനാശാണ്ട്, ഗോപിയാശാണ്ട്, ഷാജുവാസേട്ടുണ്ട്, വിജയേട്ടുണ്ട്. വിജയേട്ടൻ ഞാൻ കോഴ്സുള്ള കാലത്ത് തന്നെ ഇവിടെ കുഞ്ചാശാന്റെ ക്യാപ്പ്, പാട്ടിന് നമ്പീശനാശാണ്ട്, അങ്ങനെ വല്ലാത്തൊരു കാലായിരുന്നു അത്. സുവർണകാലം എന്ന് പറയുന്നതാണ് ശരിക്കും കലാമണ്ഡലത്തിന്റെ സുവർണ, അല്ല ഞാൻ പറയണ്ടത് സുവർണ ജൂബിലേക്ക് അന്നല്ലേ കൂടെ ഒരിക്കലും അടിപൊളിയായിരുന്നു. ഒരു ദിവസം പോലും ഒഴിവില്ല. കളി ട്രൂപ്പ് ഇങ്ങോട്ട് വരിക, കുളിക്കുക, പല്ലിക്കുക, ഒന്ന് കിടക്കുക, പോവുക. പിന്നീട് ഞാൻ അതിന്റെ ശേഷമുള്ള പൊതുവളപ്പമണ്ണ തിരിച്ചു വിളിക്കലും. അപ്പോൾ ഈ പൊതുവാശാന് അതുപോലെ ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ പല്ലശ്ശേരിയിലും അച്ഛനായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. അപ്പോൾ ഈ ഉണ്ണീഷന്റെ പോഷന് വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അന്ന് ആ കാലത്ത് ആരെയൊക്കെയാണ് ശിഷ്യന്മാരായിട്ട് കിട്ടിയത്?
രാജേട്ടന് ശിഷ്യന്മാർ 87 മുതൽക്ക് തിരിച്ച് 2008 വരെ ഉള്ള ശിഷ്യന്മാരൊക്കെ ഉണ്ട്. മുഴുവൻ പേരും അല്ല, എന്നാലും ഒരു ഓർമ്മയിൽ നിൽക്കണ എനിക്കൊരു കൊല്ലേ ഉള്ളൂ, 2 കൊല്ലം പഠിപ്പിക്കേണ്ട ചൊറ്റ ചുമതല. എനിക്ക് ആ ഒരു കാര്യത്തില് നമ്മുടെ ഉണ്ണീഷൻ വേറെ വൃത്തിയായിട്ട് കാര്യങ്ങളും പ്രാപ്തിയായിട്ട് ചെയ്തു തന്നുണ്ട്. ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോ ഉണ്ണീഷൻ തന്നെ അറിയാം. എന്നെ അന്നേ മുതൽക്ക് ഉണ്ണീഷന്റെ കാലം, ഉണ്ണീഷൻ വന്നേ മുതൽക്ക് ഹരിദാസനായുള്ള കോഴ്സ് കഴിഞ്ഞ് പോയി. ഉണ്ണീഷൻ വന്നേ മുതൽക്ക് എൻ്റെ ഒരു അനിയനാണ് ഉണ്ണീഷൻ. എൻ്റെ ഉണ്ണീഷൻ സ്വന്തം എൻ്റെ പേര് ഉണ്ണീഷൻ തന്നെ. അത് എൻ്റെ അപ്പുറത്തെ അനിയനാണ് ഉണ്ണീഷൻ. ഇന്നൊരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല. എൻ്റെ പേരിലൊന്ന് എഴുതി കൊടുക്കുകയും അല്ലെ എൻ്റെ പേരിൽ ഇതാക്കിയിട്ടില്ലേ. എനിക്കൊരു ചാൻസ് കിട്ടിയത് അതും അമേരിക്കയ്ക്കാണ് കിട്ടിയത്. ഒരു ശിഷ്യന്മാരെ ഓർക്കുണ്ടോ ആരെങ്കിലും പഠിപ്പിച്ച്? ചില മറ്റേ സുരേഷ് അങ്ങനെ കുറേ ഓർക്കുന്നുണ്ടെന്ന് തന്നെ ഉള്ളൂ. അതിൽ ഒരു മിടുക്കൻ ഇപ്പം ഇവിടെ ഒന്നും കൂടിയുണ്ട്. ഈ ഒരു ദിവസത്തിലെ ഗതികലാലയത്തിൽ അവര് ജഗദീശ്വരൻ മുഴുവൻ പഠിച്ചു. ആരാ അവര് പഠിപ്പിച്ചാലും വല്ലവരും ഇപ്പോഴും കഥകളി ലോകത്ത് തുടരുന്ന ആൾക്കാരുണ്ടോ? ശിവദാസൻ, അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ അവിടെയുള്ള ശിഷ്യന്മാരൊക്കെ തന്നെ എന്റെ കയ്യിൽ നിന്ന് ഓരോരുത്തരും പോയി വരാം. അപ്പൊ അവർക്കൊക്കെ എന്നോടൊന്ന് പറയാനുള്ള ആശാൻ ഞങ്ങളെ കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചില്ല. കൈ നേരേക്ക് തന്നിട്ടുണ്ട്, കൈ പൊന്തിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് ഞാൻ. എൻ്റെ സമയമൊക്കെ അങ്ങനെ കൈ ഞങ്ങളെ അത് മന്നാടിയാരാശാന്റെ സമ്പ്രദായമാണ്, അല്ലെങ്കിൽ കലാകണ്ടിരുന്ന ഒരു സമ്പ്രദായമാണ്. അതിങ്ങനെ പിടിച്ച് തന്നെ കൊണ്ടുവരണം. കയ്യിൻ്റെ ഇവിടെ കേൾപ്പൊക്കെ അത് ഇപ്പോഴേ ഞാൻ പറഞ്ഞുതരാം. കോട്ടയിൽ കൃഷ്ണകുട്ടിയേട്ടൻ മന്നാടിയാരാശാന്റെ താവഴി മുഴുവനെ കൈ ഒരു കാരണവശാലും ചെണ്ടയുടെ വളയിലുമ്പോൾ കൊള്ളില്ല, സംശയിക്കണ്ട. ആ സാധകം അതുപോലെ കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളുക, കോല്. അതിന് സംഗീതം ഉണ്ട് എന്നർത്ഥം. ഇപ്പൊ പിന്നെ ഒരു നാളും നല്ലതായിട്ടുള്ള ദുഃഖം അതിന് പട്ടാ പറയാതെ വായിച്ചാൽ തന്നോ. പുഷ്പം വായിച്ചു കഴിയുമ്പോ മറ്റേ എന്താ പറയാ, സുന്ദരി മഞ്ചമിനിങ്ങിലിരിക്കാൻ പറഞ്ഞാൽ അവിടെ കടകടനായ വന്നോ. അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള ആ പൊതുവാളാശാന്റെ കൊട്ടല്ല ശരിക്കും അദ്ദേഹത്തിന്റെ ആ പ്രതിഭ, അദ്ദേഹത്തിന്റെ കഥാപാത്രാവൽ, പ്രത്യേകിച്ച് രാമകൃഷ്ണന്റെ. ഇന്ന് എനിക്ക് ഈ റേഡിയോയിൽ എവിടെയും ആ പാടിരാഗം കേട്ടാൽ അദ്ദേഹത്തിന് എനിക്ക് ഓർമ്മ വരും. അതുപോലെ തന്നെ തായമ്പകട്ട എട്ടത്തകേണ്ടി കേട്ടാൽ കേശവപുതാളെ ഓർമ്മ വരും. സത്യം ആ ഓരോ കേശവപുതാളുടെ കൂടെ ഞാൻ ചെണ്ട കുറേ കൊണ്ടുവിടുന്നുണ്ട്. അപ്പോൾ ഈ കൊണ്ടുവരുന്നിടത്തൊക്കെ അദ്ദേഹം ആ പൈസ ഒന്നും പെട്ടെന്ന് ഓടിപ്പോയി മേടിക്കില്ല. അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ അവർ അങ്ങനെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അവിടെ കൂടും. അപ്പോൾ എന്താ കേശവേട്ട അല്ലെങ്കിൽ കേശവ അവർക്കൊക്കെ കൊടുക്കേണ്ടി കൊടുക്കൂ, നല്ലോണം കൊടുക്കൂ. ഗുരുവായൂരപ്പന് കൊടുത്ത പോലെ വിചാരിച്ചാൽ അവൻ എനിക്ക് വേണ്ടപ്പെട്ടുള്ള അവൻ്റെ ചെണ്ടയിലാണ് ഞാൻ കൂട്ടി കൊടുക്കൂ. അപ്പോൾ എത്ര വർഷം കലാമണ്ഡലത്തിലെ അധ്യാപകനായിട്ട്? 87 മുതൽക്ക് 2008 വരെ എത്ര വർഷമാച്ചാൽ അത്ര വെച്ചാൽ അത്ര ഒരു 21 ഉണ്ടായിട്ടുണ്ട്. ഉണ്ണീഷൻ അതൊരു പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണീഷനോട് മഹത്വം എന്താ വെച്ചാൽ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ ഇത്ര പൊറാപ്പ് ഇതുള്ളൊരു മിടുക്ക ഞാൻ വെച്ചിട്ട് പറയല്ല. ഒരു പ്രത്യേക അവസ്ഥ അത് കാര്യങ്ങൾ വിട്ടുവിട്ടപ്പാ. ഗോപിയാശാന്റെ വേഷത്തിനൊക്കെ ആരുടെ വേഷത്തിനും പഠിച്ച് ചെയ്യാൻ, കഷ്ടപ്പാട് ചെയ്യാൻ. ഒരു പ്രാവശ്യം കലാമണ്ഡലത്തിലൊരു മീറ്റിംഗ് എടുക്കുക. അപ്പോൾ ഇതിലിങ്ങനെ വർത്താനം പറയുമ്പോൾ ഒട്ടന്നൂരുണ്ട്, ഇവരൊക്കെ ഉണ്ട്, കുട്ടന്മാരും കോപ്പൊക്കെ എല്ലാവരും ഒക്കെ ഉണ്ട്, കേമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഉണ്ണീസനായിട്ട് വർത്താനം പറഞ്ഞപ്പോൾ ഞാനൊക്കെ ഉണ്ട്. അവർ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറുണ്ടല്ലോ വെച്ചിരിക്കുമ്പോൾ ചെണ്ടേനെ പറ്റിയൊരു വിഷയം വന്നു. ചെണ്ടയെ പറ്റിയിട്ട് ആരോ ഒരു കുസൃതി പറഞ്ഞു അവരോട്, ഉണ്ണീസനോടെ. അപ്പോൾ മൂപ്പർക്ക് ദേഷ്യം വന്നു. മൂപ്പര് എന്താ പറഞ്ഞു, അതേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ, ചെണ്ടയുടെ കാര്യം ഞാൻ പെടുന്നു, ഞാൻ നോക്കിക്കോളാം, അപ്പോൾ ഞാൻ ഇടിച്ചു കഴിയും അല്ലേ. അപ്പം അത്ര ഒരു പ്രാപ്തി തൊഴിലും അതന്നെ. പിന്നെ പഠിക്കാനും ചെയ്യാനും ഒരു കാര്യത്തിനൊരു മടുപ്പില്ല. മേളാചാര്യ ടെസ്റ്റൊക്കെ വിട്ട് പോയി നടത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ കലാമണ്ഡലത്തിലെ എന്താ പറയുക അധ്യാപക കാലം കഴിഞ്ഞ് പുറത്തു വന്നല്ലോ. അപ്പോൾ അന്ന് എന്താണ് രാജേട്ടന്, അപ്പോൾ അവിടെയുള്ള ആശാന്മാരൊക്കെ ആയിട്ട് കൂടുതൽ പഠിക്കുന്ന കാലത്ത് ബന്ധമില്ല എന്നല്ല, അരങ്ങിൻ്റെ ഒരു പരിചയവും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അവരൊപ്പം പ്രവർത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് കളിക്ക് പോകുമ്പോഴോ കൊട്ടുമ്പോഴോ. എന്താണ് ഇപ്പോൾ ഈ അച്ചുണ്ണി പാവളാശാൻ്റെയോ അല്ലെങ്കിൽ മന്നാടി ആശാൻ്റെയോ അല്ലെങ്കിൽ കൃഷ്ണകുട്ടി പാവളാശാൻ്റെയോ ഒക്കെ കൊട്ടിൻ്റെ പ്രത്യേകതകൾ എന്താണ് വല്ലാതെ മനസ്സ് തട്ടിയ അല്ലെങ്കിൽ തോന്നിയിട്ടുള്ളത്? എന്താ അവരുടെ ഒരു കൊട്ടിൻ്റെ വ്യത്യാസങ്ങളോ? അല്ലെങ്കിൽ മൂന്നാളും മൂന്ന് നിലയ്ക്ക് കേമന്മാർ തന്നെയാണ്, എന്നാലും അതിൻ്റെ ഒരു വ്യത്യസ്തതയോ അല്ലെങ്കിൽ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ. അനുഭവപ്പെട്ടിട്ടുണ്ടല്ലോ. എനിക്ക് ആദ്യം പറയാനുള്ള പുതുവളാശാനെ തന്നെ, കൃഷ്ണകുട്ടി പുതുവളാശാനെ തന്നെ. അത് കൊട്ടല്ലേ, അതിന് കൊട്ടെന്നല്ല പറയാനുള്ളത്. ഒരിക്കലും ആ ചെണ്ട എന്ന് പറയുന്ന അസുരവാദ്യത്തിന് അദ്ദേഹത്തിൻ്റെ തൊള്ളേറ്റി കഴിഞ്ഞാൽ അത്
ദേവാവാദ്യമായിട്ട് മാറുകയാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഇപ്പം മറ്റേ വീണ വായിക്കണിക്കാൻ ശരിക്കും വീണയാന്ന് തോന്നുന്നു അർത്ഥം. അതാ വീണ വായിക്കുന്നു. ഒരിക്കൽ അദ്ദേഹം കൃഷ്ണനാരാശാൻ്റെ വേഷത്തിന് കൊട്ടുമ്പോൾ സ്വർഗവർണ്ണനയ്ക്ക് വേഷത്തിന് കൊട്ടുമ്പോൾ 2 പ്രാവശ്യം വീണ മുറുക്കി കേട്ടിട്ടുണ്ട്. പക്ഷേ ആയിക്കോട്ടെ, 3ാമതും മുറുക്കി പറഞ്ഞിട്ടില്ല, നേരിട്ടിരുന്ന് പറഞ്ഞിട്ടില്ല, ആയിക്കോട്ടെ. പിന്നെ 4ാമത് ശ്രുതി നോക്കിയിട്ട് മുറുക്കിയാലോ വീണയുടെ കമ്പി പൊട്ടി, ഒരു അടി വെച്ചിട്ടേനും അത് പൊട്ടി. പിന്നെ പൊട്ടില്ല. ആ ലഹള എന്തൊക്കെയായിരുന്നു ചോദിച്ചു എന്ന് ഇതായി ലഹള പോയിട്ട് വന്ന ആൾക്കാരെ അന്വേഷിച്ച് വന്നു പറഞ്ഞപ്പോൾ ചോദിച്ചു, കഥകളി ഗ്രാഹ്യക്കാരനല്ലേ നിങ്ങളൊക്കെ? അതെ. എത്ര പ്രാവശ്യം വീണ മുറുക്കുന്നത് കമ്പിയാണ് തന്ത്രിയാണെന്ന് നിശ്ചണ്ടാവണ്ടേ? പക്ഷെ നാരാഴ്ച തോന്നി കാണിക്കാന്ന ആ കൊട്ടിൻ്റെ ഇല്ല. അങ്ങനെ ഇത് പിന്നെ സിംഹഗർജനം കഥകളി ചെണ്ടക്കാർക്ക് മാത്രമേ വഹിക്കൂ ആ ശബ്ദം ഉണ്ടാക്കാൻ. ആ ഓം, ആ സിംഹത്ത് ഓം ഇല്ലേ ഗർജിക്കുന്നു. ആ ചെണ്ട ഗർജിക്കും. പിന്നെ 2ാം ദിവസത്തിലെ കാട്ടാളം, കൂർക്കമ്പലി, കൂർക്കമ്പലി, ഇങ്ങനെ പലതും. പിന്നെ ആ മർമ്മജ്ഞാനം, വിമാനത്തിന്റെ പുഷ്പവിമാനം വരുന്നത്. എന്താ ആ കൊട്ടൊന്നും നമുക്ക് എങ്ങനെ കട്ടെടുക്കാൻ പോലും പറ്റില്ല എന്നർത്ഥം. കട്ടെടുക്കാൻ സാധിക്കില്ല. പല കുറി ശ്രദ്ധിച്ചിരുന്നിട്ട് നോക്കിയിട്ടുണ്ട്, ഒന്നും സാധിച്ചിട്ടില്ല. ആ കൊട്ടതിൽ കൊട്ടല്ല. അതാ എന്താ ഞാൻ പറയേണ്ടത് ഗുരുവായൂരപ്പ, അത് അദ്ദേഹത്തിന് മാത്രമല്ല. അദ്ദേഹത്തിനെ പറ്റിയിട്ട് തിരുവനന്തപുരത്ത് മഹാരാജാവ് ഏതോ ഒരു തമ്പരാൻ മഹാരാജാവ് കവിത എഴുതിണ്ടെന്നാ പറയണേ. ചെണ്ട ഇദ്ദേഹത്തിന് വേണ്ടി അങ്ങോട്ട് തൊഴുന്ന 2 ആളെ അത്ര ചെണ്ട അങ്ങോട്ട് വന്നിക്കുക. ഒന്ന് ഈ മഹാനായ മഹാത്മാവ് കൃഷ്ണൻകുട്ടി പുതളാശാനി, ഒന്ന് ഈ തൃത്താല കേശപ്പുതാളി. അവര് ചെണ്ടേനെ നോക്കിയ ചെണ്ട പറ അയ്യോ അത്ര മഹത്വം ഇട്ട് നിൽക്കണേനെ കണ്ടിട്ടില്ലേ 2 ആളും ഇല്ലേ? കണ്ടിട്ടില്ലേ? അലമക്കാവിന് ഒരു ശൈലി ഉണ്ടെങ്കിൽ അത് തായമ്പാവ് കേശവേട്ടൻ്റെ. കഥകളിക്ക് ഒരു ചെണ്ട കൊട്ടല്ല, കൊട്ടെന്നല്ല ഞാൻ പറയാം, അതിന് വായന എന്താ. എനിക്ക് അതിൻ്റെ ഇത് പറയാൻ വെച്ചില്ല. അത്ര സ്മരിച്ചുകൊണ്ട് അങ്ങനെ ഒരു മഹാത്മാവ് ഇനി ജനിക്കൂല്ല, ഇന്നലെ ജനിച്ചിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ ശേഷം. മന്നാടി നരേശൻ്റെ അവിടേക്കും ഗൗരവമായി. മന്നാടി നരേശൻ എല്ലാം അദ്ദേഹത്തിൻ്റെ സ്വാധീനം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഇതിമ്മ തട്ടില്ല. ചെണ്ടട ആ കോലിൻ്റെ തന്നെയാണ് കൊള്ളുള്ളൂ. അതുപോലെ ശബ്ദജ്ഞാനങ്ങൾ. ഇപ്പോൾ ഉദളാശാന്റെ കൊട്ട് ഇങ്ങനെയാണ്, ഇടത്തെ കൈ ഇങ്ങടാ വരിക. ഞങ്ങളുടെ അതായത് മന്നാടിന്റെ സമ്പ്രദായമാണ്, ആ കൂലാണല്ലോ ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയാണ്. അപ്പൊ അതില് ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ സംശയം ചോദിച്ചപ്പോ എന്താ അപ്പൊ ഇങ്ങനെ അച്ചുളാശാനും തന്നെയാണ്. അപ്പൊ ഞാൻ അത് ഇങ്ങനെ സംശയം ചോദിച്ചു അദ്ദേഹത്തിനോട്, എന്താ അപ്പൊ അങ്ങനെ ചെയ്യാൻ. അങ്ങനെ തിരക്കിടണ്ടായിട്ടില്ല, ചന്ദ്രന്റെ കൊട്ട് മോശമെന്നല്ല പറയണേ. പുതളാശാൻ അതിന് സ്വരം വ്യത്യാസം വരും. ദടികിടതകണ മോന്ന് വരും. മറ്റേ ദടികിടതക നേര് കണ്ണിയിലാകുമ്പോ എപ്പോഴും ഈ നേര് കണ്ണി ഒപ്പായിരിക്കും മിക്കവാറും. ഇത് ചിലപ്പോ ആ ശ്രുതിബോധത്തിന് കുറച്ചൊരു ഇത് വരുമോന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം കൊട്ടിയിട്ട് പോകുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ചന്ദ്രനെ വിളിക്കാനാണ് അത്ര ഇഷ്ടമാണ്. രണ്ടേഴൻ മറ്റേ ചെണ്ട മൂപ്പ് പോരാണ്ട് അച്ചുള്ളാശാൻ അല്ല സോറി പിന്നെ മന്നേഴൻ പുതുളാശാന് ചെണ്ട വലിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ അനുഭവസ്ഥനാണ്. കാണുക വയറൊക്കെ കൂടിയിട്ട് കച്ചറ വിളിക്കുക, അന്ന് ചവിട്ടി കളിക്കണല്ലോ. അത് വരെ അത്ര ബഹുമാനമാണ്. കണ്ടെണ്ണീച്ചിക്കും പുതുളാശാൻ വരണ മന്നേഴൻ എണ്ണീച്ചിക്കും, അച്ചുള്ളാശാൻ പിന്നെ എണ്ണിക്കില്ല. അങ്ങനെ പുതുളാശാൻ 1-2 ആൾക്കാർ എന്നോട് പറയണ്ടേ, ഈ പഴമക്കാർ ഗുരുവായൂരൻ്റെ ഈ മറ്റേ ആൾക്കാർ മണ്ണാടിയാരോ രംഗത്ത് വന്നാൽ പിന്നെ ചോദിക്കുകയല്ല, തകർത്തിട്ടേ പോവൂ. എന്താ രാജന്റെ അഭിപ്രായം? അദ്ദേഹത്തിന് അധ്വാനിക്കാൻ തൊട്ട് മുമ്പ് ഉണ്ണീഷനെ പറഞ്ഞു കൊടുത്തില്ല, അധ്വാനം ഒരു വിഷയമല്ല, കാശും ഒരു വിഷയമല്ല. വെള്ളിച്ചാവളം തെക്കോട്ടൊക്കെ പോയിട്ട് ചെണ്ട നമുക്ക് തന്നെ തോന്നും, ഓ വയ്യാണ്ട് കയ്യിൽ നിന്നിട്ടേ, എന്നിട്ട് 750 രൂപയൊക്കെ കിട്ടിയാൽ സന്തോഷ എന്താ പറയുക ലഹരി ഇതായി ഇദ്ദേഹത്തിന്. അവിടെ പോയപ്പോൾ വിളിച്ചവൾ കൊണ്ടിട്ട് വന്ന പാകാറുമ്പം, പക്ഷേ 750 ഉറുപ്പ കിട്ടി കേവലം. അങ്ങനെ ഇത് അച്ചുളാശം പിന്നെ അങ്ങനെയല്ല, എല്ലാം വേണ്ടതും അത്രയും ചെയ്യുള്ളൂ. ഒരു ദാരിദ്ര്യമുള്ള കൂട്ടത്തില കൊട്ടില് തന്നെയല്ല. എന്നെ തല്ലിണ്ട് നമുക്ക് ഇങ്ങനെ ഉരുള വരും ഒരു ചെക്കിട്ടത്തേക്ക് ആവശ്യമില്ലാത്തടത്തായിരുന്നു, വേണ്ടോടത്തായിക്കോട്ടെ.
ഞാൻ കൊട്ടങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേന്നോ? ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ എന്താ അങ്ങനെ കൊട്ടിയാൽ ആയിക്കോട്ടെ. അപ്പൊ എന്ത് സൂത്രം ചെയ്യും? അച്ചുകുളാശാന്റെ സാന്നിധ്യത്തിലാണ് കൊട്ടണ്ടി വന്നു വെച്ചാൽ ഉരുളുകൈ കുറയ്ക്കാം. നമുക്ക് വെച്ചാൽ ആ പ്രസ്ഥിതി കൊണ്ട് ഉരുളിങ്ങനെ അങ്ങനെ ഒരു ഭാഗ്യം മാത്രമേ ഉള്ളൂ. ആശാൻ മന്നരേശൻ ചീപ്പിച്ചു തന്നുള്ള മന്നരേശനോട് ആശാന് എന്നോട് പ്രത്യേക ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലും എൻ്റെ വീട്ടിലും അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഈ കൊട്ട് ഇങ്ങനെ ആ ഒരു പാരമ്പര്യം ഞങ്ങളെല്ലാവരും ഇപ്പൊ ഞങ്ങൾ വട്ടന്നൂരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പറയും നമ്മളൊരു കുലാണെന്ന് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറയും. നമ്മൾ മന്നാടിയൊരാശൻ കുലല്ലേ? എന്താ വട്ടന്നൂരായ സംശയം? അപ്പൊ അത് അതിൻ്റെതായ ആ സമ്പ്രദായം പോലെ തന്നെ ഇന്നും ഞാൻ അച്ഛനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ മറ്റേ ഈ എല്ലാവരും പ്രാർത്ഥിക്കും. വിഷ്ണുളാശാനെ പ്രാർത്ഥിക്കും, മറ്റേ മന്നാടിശാനെ പ്രാർത്ഥിക്കും, അച്ചുളാശാനെ പ്രാർത്ഥിക്കും, കേശവകുതാളെ പ്രാർത്ഥിക്കും. ഇതിന്റെ ഇടയിൽ പൂക്കാട്ടിൽ കുറച്ച് കാലം തായമ്പക ഒന്ന് അതിന്റെ ഇതിലേക്ക് വരാം. അപ്പൊ കളിക്കോട്ടിന്റെ ഇപ്പൊ ഈ ആശാമാരുടെ ഒരു വ്യത്യസ്തത മേലെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. കുട്ടന്മാരാണ് പറയാനില്ല. അത് ഞാൻ അതിന് കിടക്കേണ്ട ആവശ്യമില്ല. പറയാനില്ല. എന്റെ കൊട്ടിന്റെ ഭംഗി എന്നോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം കോട്ടയ്ക്കൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. ശരി. അന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ കൊട്ടിന്റെ ഒരു പ്രത്യേകത എന്താ? അങ്ങോട്ട് കടക്ക് തന്നെ വേണ്ട, ഈ വക ആൾക്കാരൊന്നും അങ്ങോട്ട് ചെല്ലി തന്നെ വേണ്ട. അതിശയൊന്നും കിട്ടുന്നില്ല. എവിടെയെങ്കിലും ഒരു മണിക്കൂർ 1.5 മണിക്കൂറേ ഉള്ളൂ. അതാ തല അങ്ങോട്ട് പൊന്തിച്ചാ അങ്ങനെ വരവില്ലേ ഇങ്ങനെ ഒരു ഇതുണ്ടാകും. അതിനിപ്പോ പറയാൻ വയ്യേ. അത് പറയില്ലോ, കുട്ടാൻ ഉപദേശം പറയും, ഒട്ടാൻ കുട്ടനാ ഉള്ളത്. അത് കഴിഞ്ഞാൽ ഇവർ രണ്ടാളും കൂടി വേളപ്പോ ഞാൻ കേട്ടിട്ടേ. കുട്ടനാരാശാന്റെ 2 ശിഷ്യനാണല്ലോ, ഒരു വയസ്സിനെ വ്യത്യാസമുള്ളൂ. കുട്ടനാരാശാന് 60 വയസ്സാച്ചാൽ മന്നരാശാന് 59 വയസ്സ്, 1 വയസ്സിന്റെ. രണ്ടാളും കൂടിയുള്ള മേളപ്പം കോട്ടയ്ക്ക് നിന്ന് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഭഗവാന് എവിടെ എന്താ വെച്ചാൽ 10-15 ആളെ ഇളത്താളും ചേങ്ങലും പിടിച്ച് തോറ്റി ഇങ്ങോട്ട് പൂവനെയാണ്. എത്ര പോയാലും അതെ അയ്യോ തിരനോക്കും സഹായിക്കാനില്ല. കോട്ടയ്ക്കിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് മൊത്തം. അതപ്പോൾ അവിടുത്തെ നോക്കിയിട്ട് കാര്യമില്ല. പണ്ട് രാവണ്ടേശാൻ പറഞ്ഞു, രാവണ്ടേശാനെ കിളയെ കിട്ടിയിട്ട് തിരുമേനി ചോദിച്ചു, എന്തൊക്കെയാ അതിന് നമ്പൂരി അങ്ങനെ വിളിക്കുള്ളൂ, നമ്പൂരി എന്തൊക്കെ ചോദിച്ചാൽ ഞാൻ ഒന്നും പറയണ്ട, രാവണ്ടേശാനെ കാണാൻ വന്നതാ എന്താ ചോദിച്ചു. അത് ഇന്നലെ കോട്ടയ്ക്കലെ കളിയായിരുന്നു സെറ്റിൻ്റെ, എന്താ വിശേഷം അപ്പം ഉണ്ടായി ചോദിച്ചു. പറയാൻ നന്നോന്ന് എനിക്ക് ശരിയില്ല, പരശുരാമനായിരുന്നു, കൃഷ്ണൻകുട്ടിയായിരുന്നു. ആൾക്കും അദ്ദേഹത്തിനും പരശുരാമം കിട്ടണ്ടേ. എന്നിട്ട് എങ്ങനെയുണ്ടായേ അത് പോയി ഞാൻ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പോയിടും. ഞാൻ ഇരിക്കുന്നുണ്ട്, ഞാൻ ചായ കൊണ്ടുകൊടുത്ത് നിൽക്കുക. ഇതിപ്പോ അങ്ങടാ പറയണ്ട ഇങ്ങടാ പറയണ ചായ പറയാൻ എന്തെങ്കിലും നല്ല രസമുള്ള പറഞ്ഞപ്പോൾ ഞാൻ അത് രണ്ടും പറയാൻ തയ്യാറില്ല. നല്ല എന്നോട് മുഷിയെന്റെ കാര്യമല്ലോ കാര്യം പറഞ്ഞപ്പോ എന്താ പറയുക, ഒന്നും എന്റെ തിരുമേനി ബുദ്ധി ഉപയോഗിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇദ്ദേഹം അങ്ങടാ മുരി കോട്ടയ്ക്കലും വരുന്നാലത് വരുന്നാ കേമം കളി കേമം കലവണ്ടതല്ല വില മാറി നിന്നിട്ട് ചിരിച്ചു നിർത്തിയില്ല. ഇതിന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് രാമട്ടേശൻ വലിയ കാര്യം. കഥകളി ലോകത്ത് വേഷക്കാരിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് രാമട്ടേശൻ. ഗോപിയാശാനോട് പ്രിയാണ്. അവരും ആ കുടുംബം അവരുടെ ചോറ് തിന്ന് വളർന്നവനാ. ഞാൻ ചേച്ചി എന്ന് പറയാൻ എന്റെ ഞങ്ങളെക്കാൾ ഒന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, കുറച്ചാലായിട്ട് വിളിക്കാറില്ല എന്ന് മാത്രം. പിന്നെ അപ്പൊ ഇതോടുകൂടി ഗോപിയാശാന്റെ വേഷത്തിന് എത്ര കുട്ടികളെ ചോദിച്ചാൽ നിശ്ചയില്ല. എനിക്ക് ഇന്നും അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഇപ്പൊ തായമ്പകയും ധാരാളം കുട്ടി നടന്നേർന്ന ഒരാളാണല്ലോ രാജേട്ടൻ. അപ്പൊ ഈ തായമ്പകയിൽ ഉള്ള വ്യത്യസ്ത ശൈലികൾ, ഇപ്പോൾ പാലക്കാട് ശൈലി, ഇവിടുത്തെ മലമക്കാവ് ശൈലി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ അത് രണ്ടും കൂടി കൊണ്ടു നടക്കുന്ന ഒരു സമ്പ്രദായം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ ആരുടെയൊക്കെ കൊട്ടുകൾ അല്ല എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഏത് ശൈലിയോടാണ് പ്രിയം തോന്നിയേക്കണേ, അല്ലെങ്കിൽ ഏത് ശൈലിയാണ് വല്ലാതെ രാജേട്ടനെ ആകർഷിച്ചേക്കണേ, അല്ലെങ്കിൽ ഏത് ശൈലിയാണ് പിന്തുടരാൻ മോഹിച്ചേക്കണേ, അങ്ങനെ എന്താ തോന്നിയേക്കുന്നത്? അതെ, ഈ ഇതിലിപ്പോ ഈ ശൈലി 2 3 ഉണ്ടാക്കിയ എന്താ വെച്ചാൽ ഇതൊന്നും മോശന്ന് പറയാൻ തയ്യാറില്ല. ഞാൻ പറയൂല ഒരു കാര്യം മോശന്ന് പറയാൻ ഇഷ്ടമല്ല. അന്നാള് മോശം മോശം എന്നുള്ള അർത്ഥത്തിൽ ഏതാണ് മാനസികമായിട്ട് ഈ തായമ്പകയിലെ ഏറ്റവും കൂടുതൽ തൂർത്ത് കൊട്ടിക്കൂർപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഈ ഉണ്ടല്ലോ. ഞങ്ങളുടെ അഷ്ടകലാശം പറഞ്ഞ പോലെ കഥകളിയിലെ ഏറ്റവും പ്രധാന കലാശ അഷ്ടകലാശാണല്ലോ. കൊട്ടാറായി. അപ്പൊ എന്ന പോലെ ഈ തായമ്പകയിൽ ഏറ്റവും വലിയ മിടുക്കത്തരമായിട്ടുള്ള ആദ്യവസാനുള്ള ശരിക്ക് ഒരു കാര്യം തീർത്തങ്ങട് ചെയ്യാ, അത് തീർത്ത മറ്റേ മലമക്കാവ് ശൈലി തന്നെയാണ്.
ഇപ്പം അപ്പുമാരാരും കേശവേട്ടനും എന്ന് പറയും. അപ്പോൾ രണ്ടാളി അല്ലെങ്കിൽ ഞാൻ തായമ്പകനെ പറ്റി പറയാ വെച്ചാൽ തിരുവോപ്ര ശങ്കുണിമാരാര്, പൂലൂർ ശങ്കുണിമാരാര്, തിരുവിലാമല ശങ്കുണിമാരാര്, ഇതൊക്കെ ശങ്കുണിമാരായിരുന്നു. പിന്നെ രാമകണ്ഠമാരാര്, തിരുവപ്പുറ രാമന്മാരാര്, കുഞ്ഞിശപ്പൊതുകൾ, പഞ്ചതായമ്പ കടകം, ചെതലി, പല്ലശ്ശന, ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. കുറച്ച് പിന്നിൽ ചെന്നിക്കാൻ ഈ ഭാഗ്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കാത്തതുകൊണ്ട് പറ്റിയിട്ടില്ല എന്നുള്ളൂ. ഇതൊക്കെ ഓരോരുത്തരുടെ ശൈലികൾ ഓരോ തരാന്നാക്കി പറയാനുള്ളത്. അതിൽ പ്രത്യേകിച്ച് ഇട്ടത്ത് പറയാനുള്ളതാണ് കേശവേട്ടൻ. അത് അതിന് വേണ്ടിയിട്ട് മാത്രം ജനിച്ച ആളാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു കഥകളിയെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് പുതുവളാശ ഉണ്ടായത്. അതുപോലെ തന്നെ തായമ്പകയുടെ മർമ്മം കണ്ട ആളാണ്. തായമ്പകയിൽ അങ്ങോട്ട് ചെല്ലണ്ട. അതായത് പണ്ട് പല്ലാവൂർ ഇവര് തമ്മിൽ ഡബിൾ കൊട്ടിച്ചു, കൊട്ടിയിരുന്നില്ല. യോജിപ്പിച്ചിട്ട് ചോദിച്ചു, കേശവേട്ടനോട് എന്തും ചോദിക്കാം. അപ്പോൾ കേശവ തനിക്ക് തന്നെയും അത് ആറാമനാണ് ചോദിക്കണേ പുള്ളിയെ, അപ്പൂനും കൂടി ഒന്ന് കുട്ടിക്കണം എന്നൊരാഗ്രഹം ഉണ്ട് അത്ര ചിലർക്കൊക്കെ. അതിനെന്താ വിരോധം? അപ്പോട്ടം പറഞ്ഞാൽ ഞാൻ ചെയ്യാലോ എന്ന് പറഞ്ഞു. തിരിച്ച് അവിടെ ചെന്ന് ചോദിച്ചു. അപ്പോ അങ്ങനെ പറയണു, പനാവൂരൊക്കെയാണ് അതിൻ്റെ, പനാവൂരം തന്ത്രിക്കാണ് അതിൻ്റെ പെറുക്കട്ട്. എന്താണപ്പാ അങ്ങനെ ഉണ്ടെങ്കിൽ ആട്ടെ, എന്താ വിരോധമൊന്നുമില്ല, അങ്ങനെ ചെയ്തളയാം കുഴപ്പമൊന്നുമില്ല, ഒന്ന് ആൾക്കാർക്ക് പുതുമയാകുമല്ലോ ചെയ്തളയാന്ന് പറഞ്ഞിട്ട് ഒപ്പാക്കി ചോദിച്ചിട്ട് അന്ന് അങ്ങനെ കൊട്ടി, തായമാനം കൊട്ടി എന്ന് പറഞ്ഞപ്പോൾ കുറേ കഴിച്ചപ്പോൾ പതികാലത്തിൽ 4 ഇരട്ടിയുണ്ട് കൊട്ടും. അപ്പോൾ ഈ അപ്പുമാരാന് ശരിക്കും സത്യം പറഞ്ഞാൽ തായമ്പക ചിട്ടയായിട്ട് പഠിച്ചിട്ടില്ലേ? അയക്കിച്ചുണ്ട്, പഠിച്ചിട്ടില്ല. ഒരെണ്ണം കൊട്ടി കുറിപ്പിച്ചിട്ടുമില്ല, ചെയ്യൂല, പഠിച്ചിട്ടുമില്ല. കേശവേട്ടനല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ മുഴുവൻ അതിൻ്റെ എന്താ കട തൊട്ട് അടി തൊട്ട് മുടി വരെ കറക്റ്റായിട്ട് ചെയ്യും. അത് വേറെ കാര്യം. ഉരുളുപോലിക്കൊന്നും പറയണ്ട. അപ്പൊ ഈ 4 ഇരട്ടി ഇങ്ങനെ എടുത്തപ്പോൾ അപ്പൊ വരാറ് അതിൻ്റെ ഇടയിൽ ചില പുപ്പു അത് നല്ല സംഗീതബോധമുള്ള ആളാണ്. പറയണത് പല്ലാവൂരപ്പം മാത്രമാണ് എന്റെ ഗുരു. അതെ, അവരാണ് കൊട്ടി പഠിച്ചിട്ടില്ല, ആരുടെയും പഠിച്ചിട്ടില്ല. അത് ഒരു എണ്ണം കൊട്ടി കുറിക്കാൻ ഇഷ്ടമില്ല. അപ്പൊ അതൊക്കെ അറിയാം. അപ്പൊ ഈ ഇവര് കൊട്ടനയിലടക്കി 4 ഇരട്ടി വന്നപ്പോ അദ്ദേഹത്തിന്റെ യോഗ്യത കാണിക്കണ്ടേ, അദ്ദേഹത്തിന്റെ യോഗ്യതയും കാണിക്കണ്ടേ. അതുവരെ അദ്ദേഹം കേശവേട്ടനിട്ട് ഇങ്ങനെ കൊണ്ടുപോയി, അപകടമില്ലാണ്ട് കൊണ്ടുപോയി. രംഗത്ത് പോയി അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പോരാത്തവനെ വെച്ചാൽ അവനെ കൊണ്ടുപോയില്ലേ. അതിന്റെയൊക്കെ പോലീസ്, ഞങ്ങളുടെയൊക്കെ ഇപ്പത്തെ കലാമണത്തിലുള്ളവരെ പോലീസ് എങ്ങനെയാ, ഈ ചിലവർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കില്ല, എന്നെ കൊണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുട്ടിച്ച് കുടിച്ച് 4 ഇരട്ടി വന്നപ്പോൾ കേശവട്ടം ഇങ്ങനെ മലയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഉരുളുപോലെ ഇങ്ങനെ തിരികെ ശരിക്കും ഈ എട്ടത്തെ കയ്യിൻ്റെ നാദുണ്ടല്ലോ, അത് ഈ ചെണ്ടയുടെ വക്കത്ത് കൊള്ളുമ്പോൾ ശരിക്കും കാടമ്പൂച്ച ആ ഒരു അവസരത്തിൽ നൂലുവിളിക്കണ പോലെ കൊള്ളുന്ന ഒന്ന്. രണ്ടാമത് ചെണ്ടക്കോലിൻ്റെ വക്കുണ്ടല്ലോ, അത് കൊള്ളുക തോന്നും കേശവട്ടൻ്റെ. എത്ര തായം പൊട്ടി വന്നാലും ശരി അതിൻ്റെ ഒരു സുഖം എന്നുള്ള ആ ഇതുണ്ടല്ലോ, ചിലർക്ക് എത്ര എത്തില്ല. അപ്പം വരാൻ ഇങ്ങനെ ചെയ്യും. മുഴുവൻ ചിലപ്പോൾ ചില സമയം ഇത് എപ്പോഴും അങ്ങനത്തെ തന്നെയാണ്. അപ്പോൾ അതങ്ങനെ പറയുന്നതുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം മുറുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ രസിച്ചിട്ട് ആ ഉരുളുപോലെ ഇങ്ങനെ കേട്ട് ചിലർക്ക് ഉരുളുപോലെ ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് ന്യായങ്ങളെ ഇഷ്ടം. ഇദ്ദേഹം പറഞ്ഞു അത്ര ഈ പനാവൂര് അപ്പോ ഉറക്കാണ് സൂക്ഷിച്ചോളാ കേശവൻ മലച്ചടങ്ങിയിട്ട അതാ കഴിഞ്ഞു. അപ്പന്മാരെ വിടുക നല്ല ആള് വാശിക്കാരെന്ന് പറഞ്ഞാൽ കുറുമ്പ് എന്ന് പറഞ്ഞാൽ ലോകൈക കുറുമ്പനാപ്പുമാരെ. അത് വേറെ കാര്യം. അതിനെടുക്കാനൊക്കെ ലക്ഷ്മണനേക്കാണ് വരയ്ക്കും. അങ്ങടാ എടുത്തു അങ്ങോട്ട് കൊട്ടിയപ്പോ മൂപ്പര് അങ്ങോട്ട് കവും തുടങ്ങി. സാധാരണയൊക്കെ അങ്ങോട്ട് ഉരുട്ടിനാണ്. അപ്പൊ അദ്ദേഹം വീണ്ടും പറഞ്ഞു, രണ്ടാൾക്കും ചെയ്യുന്നില്ല, രണ്ടാമത് ഒന്നും കൂടി അമർത്തി വെച്ചിട്ട് പറഞ്ഞു, കേശവാ അപ്പു കവും തുടങ്ങിയിട്ടാ സൂക്ഷിച്ചോളാ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു തായമ്പക ആഭാരം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഗുരുവായൂരുണ്ടായി. അപ്പോൾ ഈ ഗുരുവായൂർ അന്ന് ഞാൻ 6 മാസം കാവലുള്ള കാരണമുണ്ട്. ഗുരുവായൂർ പസ്വാമി മുണ്ടത്തിക്കോടെ കൂടി അവിടുത്തെ അമ്പലത്തിലെ മാനേജറെ കൂടിയിട്ട് എന്നോട് പറഞ്ഞു, നീയെ നോക്കിക്കോട്ടാ, അപ്പോൾ സോഡ വേണം, അതൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ ഒപ്പമായിട്ട് നിൽക്കുക. ഇങ്ങനെ കാണാം, 6 വരാണ്ട് ചോരും പെരിയുണ്ട്. അങ്ങനെ ആ അഗ്രഗണ്യന്മാരൊക്കെ വന്നിട്ടുണ്ട്, ഒഴിവുള്ളവരൊക്കെ എത്തിയിട്ട് ഞാനടക്കം അല്ല അനവധി ആൾക്കാർ തായമ്പ ബ്രഹ്മക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പന്മാരൊരു 6 മണിക്ക് ദീപാരായണം കഴിഞ്ഞാൽ തായമ്പോടുന്ന അങ്ങനെയാണ് ഈ ഇതിന്റെ ചോട്ടിലാ അറിയാലോ കൂടെ. അപ്പോൾ അപ്പന്മാരെ നേരത്തെ തന്നെ ഒരുക്കി. ഇപ്പൊ ഈ കുളിയൊക്കെ കഷ്ടിയാണ് കണ്ട അത് പറയാൻ പാടില്ല. ഈശ്വര ഭഗവാനെ അത്രയും മഹാത്മാവാണ്.
ഭസ്മക്കുറി കിട്ടുന്ന സുന്ദര കുട്ടപ്പനായി വേസ്റ്റ് കിട്ടുന്ന അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അവിടെ ഒടിങ്ങനെ വലിച്ചിങ്ങനെ ഉണ്ട്. കേശവേട്ടനെ കാണാനില്ല. കുഞ്ഞന്മാരും ഇവരൊക്കെയാണ് കിടന്ന പരാക്രമമായി. അപ്പം കുഞ്ഞന്മാരും എന്നോട് ചോദിച്ചു, ഡാ കുട്ടാന്നാ വിളിക്കുക, കേശവേട്ടനെ കാണാനല്ലോ, നീ കണ്ടു വെച്ചാൽ കേശവേട്ടല്ലേ കുറച്ച് മുമ്പ് ഇപ്പോൾ ആ ശിവേലിയുടെ ഭാഗം കൊട്ടിയിട്ട് അങ്ങോട്ട് പോയി എന്ന് വെച്ചു. ആ കാണാനേ സംഗതി വരാനേ ഇപ്പോൾ ശങ്കുളിക്കും വിളിക്കാറായി. അങ്ങനെ ഇരിക്കുമ്പോൾ ശങ്കുവിളി തുടങ്ങി കുഞ്ഞുമാരാരെന്നെ ശങ്കു വിളിക്കണേ. എന്നിട്ട് പിന്നെയും ഇങ്ങനെ പരാക്രമം അടിക്കുക. ഇതിന് പറയണു ദീപാരാധന അങ്ങോട്ട് കലാശിക്കുമ്പോഴേക്കും ഭസ്മവിഭൂഷൺ ഒക്കെ ആയിട്ട് കണ്ണങ്ങനെ ചിറിച്ച് മുറുക്കി സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അപ്പാ എനിക്കാണ് അല്ല എനിക്കെന്റെ മനസ്സിലത് വരെ നല്ല വേദനയായിരുന്നു. പക്ഷെ ഈശ്വര ചത്തിക്കോ അങ്ങനത്തെ ഒരാളാണല്ലോ, സുഖമില്ലാത്ത സമയമാണ്, കുടുംബം പോയിട്ടുള്ള ആളാണ്. ഈശ്വര സഹിക്കാൻ അതൊക്കെ ആലോചിച്ചാൽ എനിക്കറിയാതില്ല. അങ്ങനെ ഇദ്ദേഹം ഓടിയുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പമാരാരും അവിടെ കാത്തിക്കുണ്ട് കേശവേട്ടാ വാ എവിടെയാന്ന് വെച്ചാൽ അവിടെ ഓടി അങ്ങോട്ട് ചെന്നു. അങ്ങനെ ചെന്നപ്പോൾ ഈ വേഷ്ടി ഒന്ന് വേറെ ഒരു ഒരു നാരായണമുണ്ട് വേറെ അങ്ങനെ അങ്ങനെ ഒക്കെ ചിറ്റിയിട്ട് ഓടി ഉണ്ടോന്ന് അപ്പമാരാരെ കാലാ പിടിച്ചു. അപ്പോട്ടെ തുടങ്ങിയല്ലേ ആ ആ ആ തടഞ്ഞാ വലിയ ഒരു കൈ ഇങ്ങനെ പിടിച്ചങ്ങനെ കൊണ്ടുപോയിട്ട് താഴമ്പക തുടങ്ങിയുണ്ട്. അപ്പൊ അപ്പമാരാർക്ക് ധൃതിയൊന്നും പറ്റില്ല, ഒട്ടും ധൃതി ശബ്ദത്തിട്ട് കേൾക്കൂല. 10 താഴ്മ കഴിഞ്ഞ് 11ാമത്തെ തുടങ്ങുക വെച്ചാലും ആ ചണ്ടറ നടുക്കിൽ അടിക്കില്ല, ടൈം അടിക്കുള്ളൂ. ഒന്ന് നോക്കി കേശവട്ടനെ നോക്കിയിട്ട് മൂപ്പര് നോക്കി ടൈങ്ങടിച്ചു. അപ്പൊ ഇദ്ദേഹം എന്ത് കാട്ടി ആണ് അപ്പൊ 6ാം അയാളുടെ അടിക്കലും ഈ ഇതുണ്ടല്ലോ ഇങ്ങനെ കയറ് വെച്ചിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ നിന്ന് പുഷ്പവൃഷ്ടിയാ തുളസിയും തെച്ചി ഇങ്ങനെ കേശവേട്ട എന്താ മുടിങ്ങനെ താടിന്റെ ഭഗവാനെ മഹാത്മാവേ ഈ സഹിക്കാൻ വയ്യേ. ഇത് അങ്ങോട്ട് വീണു. ഇതിങ്ങനെ വെറുതെ ചന്ദ്രൻ മുള്ളിക്കും ഈ തമ്പരാനൊക്കെ ഇരിക്കണല്ലോ മുമ്പിലേക്കാണ്ട് വീണു. സത്യം ഒട്ടനെ ആ ഒരു ഗ്യാപ്പുണ്ട് ഡം ഡം എടുക്കല്. പിന്നെ അപ്പമാരാർക്ക് ഇരിക്കട്ടെ നമുക്ക് കൂടാന്നുള്ള പോലെ ഇതല്ലേ ഇതാണ് വീണ് കഴിക്ക്. മറ്റേ പുള്ളിയെ അല്ല 6ാമത് മുഖത്ത് നോക്കിയിട്ട് എന്താടോന്ന് വെച്ച് പറയണേ, ഒന്നും പറയണ്ട വരാൻ കേശവന്റെ താഴ്മയ്ക്ക് ദേവന്മാരുടെ പുഷ്പവൃഷ്ടിയാണ്. അപ്പൊ അവിടെ തിരിക്കുക 4 കൊട്ടാൻ പറ്റാണ്ടേ അങ്ങനെ ഒരു താഴ്മയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും കൂടെ ഒരു കേശവട്ടിന് കൂടെ ഡബിൾ മേളപ്പദം കുട്ടിയുണ്ട്. മേളപ്പദം ഗുരുവായൂരായതുകൊണ്ട് തന്നെയാണ് മേളപ്പദം ഉണ്ടായ ഉത്സവത്തിന് ഇവിടെ സ്റ്റേജില്. അതുപോലെ തന്നെ ഈ കളിക്കൂട്ടിലും ഇപ്പൊ പുതളാശന്റെയോ അച്ഛനുപാളാശന്റെ കൂടെ ഇഷ്ടംപോലെ എത്രയോ ഉണ്ട്. പുതളാശന്റെ കൂടെ നിൽക്കുമ്പോ ചെമ്പയുടെ കൂടുതലാ. ചെമ്പയുടെ ചെന്തുണ്ട് സെന്റർ ഒരു പ്രത്യേകത, ഒപ്പരിക്കരുത്. നേശ്വാസം കണ്ടിട്ടുണ്ട് ആശാര സ്റ്റുഡിയോന്റെ മുകളിൽ കണ്ടിട്ടാ ദാസൻ കേറിയിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ആരോ ചോദിച്ചു തന്നെ അയ്യോ നമുക്കായിട്ടില്ലെന്ന്. അപ്പൊ എന്ന പോലെ പുതളാശാന് എന്റെ ഒന്ന് പിന്നിലേക്ക് ഞാൻ നിൽക്കാറുള്ളൂ, ഒപ്പം നിൽക്കാക്കി പറ്റില്ല, ഞാൻ ചെയ്യൂല. കേറി നിൽക്കെന്ന് പറഞ്ഞു വെച്ചാലും ഒന്നിങ്ങനെ ഞങ്ങള് പറയില്ല. അപ്പൊ ഡിങ്കാണ്ണക്കാന്ന് കൂട്ടണം, അല്ലാണ്ട് ഡുങ്കോം ഡൊങ്കോം ഡൊങ്കോ എന്ന് കൂട്ടിയാൽ ചോദിക്കുക വന്നിട്ട്. അപ്പൊ ആ പാകത്തിന് ഖനത്തിനനുസരിച്ച് ഉണ്ടല്ലോ ആ കാണിക്കണ മുദ്രയ്ക്ക് ഉണ്ടല്ലോ ആ ഉള്ളില് കഥാപാത്രമായിട്ടാ ചെയ്യേ. പ്രത്യേകിച്ച് ആ പാടി രാഗം കണ്ട് കഴിഞ്ഞ് എന്റെ ഭഗവാനെ അല്ലേ എന്തൊരു അനുഭവ അല്ലെ. അതുപോലെ തെരനോക്കിന് ഒരാൾക്കും ആ 4 ഭാവങ്ങളുണ്ട്. അത് കുറച്ച അല്ല എന്തായാലും 4 ഭാവങ്ങളുണ്ടല്ലോ. ആ 4 തരത്തിലാ ചെയ്യുക. തമാശ അല്ല, നമുക്ക് സാധിക്കില്ല. എങ്ങനെയത് വരണേന്ന്